യഹോവയുടെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളത് അത്രയും തീഷ്ണതയോടെ സുവിശേഷം പ്രചരിപ്പിക്കാറില്ല, സുവിശേഷം നമ്മൾ പങ്കുവെക്കാറില്ല. നമ്മളൊരു ട്രാക്ട് വിതരണത്തിൽ നമുക്ക് എത്ര പേർക്ക് ധൈര്യമുണ്ട് ഓരോരുത്തരുടെ വീട്ടിൽ പോയി മടി കൂടാതെ അവരുടെ വാതിൽ മുട്ടി? ആ വരുന്നവരൊക്കെ വിദ്യാഭ്യാസമുള്ളവരും പണ്ഡിതരും നല്ല ജോലിയൊക്കെ ചെയ്യുന്നവരും പൈസയുള്ളവരും ഒക്കെയാണ് വരുന്നത്, ഒന്നും ഇല്ലാത്തവരൊന്നുമല്ല. നമ്മളോർക്കുന്ന ഇത് ഉപദേശിപ്പാരുടെ പണിയാണെന്നാണ്. പക്ഷെ അവരാരും ഉപദേശിമാരും വരാറില്ല, അവരുടെ പാസ്റ്റേഴ്സൊന്നും അല്ല വരുന്നതെല്ലാം സാധാരണക്കാരായ അവരുടെ വിശ്വാസികളാണ്, ജെഹോവ വിറ്റ്നസ്. അപ്പം അവരൊരു മടിയും കൂടാതെ നമ്മുടെ ഭവനങ്ങൾ വന്ന് മുട്ടുകയും, അപ്പം അവരുടെ കൺസെപ്റ്റ് തന്നെ കിങ്ഡം ഓഫ് ഗോഡ് ആണ്, ദൈവരാജ്യം എന്നോളാണ്. അത് ഞാൻ പറഞ്ഞത്, യഥാർത്ഥ സഭ ദൈവരാജ്യം എന്ന കൺസെപ്റ്റ് വിട്ടുകളഞ്ഞപ്പോൾ ഇത് ചെന്നപ്പെട്ടത് മറ്റുള്ളവരുടെ കയ്യിലാണ്, അവരത് മാക്സിമം ഉപയോഗിക്കാൻ. അതുകൊണ്ട് ബൈബിളിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് കിങ്ഡം ഓഫ് ഗോഡ് നമ്മൾ പഠിച്ചിരിക്കണം. അതാണ് ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത്, യേശു ക്രിസ്തു പ്രസംഗിച്ചത് എന്തായിരുന്നു? കിങ്ഡം ഓഫ് ഗോഡ് ആണ്. യേശുവിൻ്റെ സുവിശേഷം എന്തായിരുന്നു? ദ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോസ്റ്റലന്മാർ പ്രസംഗിച്ചത് എന്തായിരുന്നു? കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം വരുന്നു അല്ലെങ്കിൽ ദൈവരാജ്യം വന്നിരിക്കുന്നു. അതായിരുന്നു അവരുടെ വിഷയം. ഈ പിന്നെ ഒരു എന്താ പറയുക, പാസ്റ്റേഴ്സിൻ്റെ ലീഡേഴ്സിൻ്റെ ഒരു കോൺഫറൻസ് നടന്നപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു റാൻഡംലി ഒരു റിട്ടോറിക് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചു, പിന്നെ എത്ര പേര് കിങ്ഡം ഓഫ് ഗോഡിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രമാണ് നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളതെന്ന്. 1970കളിൽ നടന്ന ഒരു വലിയ സമ്മേളനം. പിന്നെ അതിലാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഒരു ബൈബിൾ പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു തിയോളജിയൻ പാസ്റ്റേഴ്സിൻ്റെ ലീഡേഴ്സിനോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത്, നോട്ട് വെരി മച്ച്, ഞങ്ങളിതിനെക്കുറിച്ച് കൂടുതൽ കേട്ടിട്ടില്ല, ഞങ്ങളിതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാറില്ല. നമ്മൾ പ്രസംഗിക്കുന്നതും നമ്മൾ കൂടുതൽ പഠിപ്പിക്കുന്നതും ഒക്കെ മറ്റു വിഷയങ്ങളാണ്. പക്ഷേ കർത്താവ് പ്രസംഗിച്ച കാര്യം, അതിൻ്റെ ഞാനതിന് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ കിങ്ഡം എന്ന വാക്ക്, കിങ്ഡം ഓഫ് ഗോഡ് എന്ന വാക്ക് ഏകദേശം 342 പ്രാവശ്യം KJV ബൈബിൾ നോക്കിയാൽ ഏകദേശം 342 പ്രാവശ്യം 342 ടൈംസ് ഇൻ ന്യൂ ടെസ്റ്റ്മെന്റ്. 342 പ്രാവശ്യം ആവർത്തിച്ച് വരുന്ന മറ്റൊരു വാക്കില്ല. അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ള, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് ചർച്ച് എന്ന് പറയുന്നത്. ചർച്ച് എന്ന വാക്ക് ഗോസ്പൽസിൽ 3 പ്രാവശ്യം വരുന്നുള്ളൂ. നമ്മുടെ ഫോക്കസ് മാറിപ്പോയത് കണ്ടോ? ചർച്ചിലെന്നല്ല പറഞ്ഞത്, പക്ഷെ ആ ഓവർ ആർച്ചിങ് തീം, ആ ബിഗ്ഗർ തീം നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ ചർച്ച എന്ന പേരിൽ നമ്മൾ എന്തോ ഡിനോമിനേഷൻസായി, പിന്നെ ആ ഒരു സ്പിരിറ്റായി നമുക്ക് കർത്താവിൻ്റെ വലിയ പദ്ധതിയെ കാണാൻ പലപ്പോഴും കഴിയുന്നില്ല. അതുകൊണ്ടാണ് യൂണിറ്റിയിലേക്ക് നമുക്ക് പലപ്പോഴും പോകാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ദൈവം ചെയ്യുന്ന വലിയ പ്രവൃത്തികളെ ഒരുമിച്ച് നിന്ന് സന്തോഷിക്കാൻ നമുക്ക് കഴിയാത്തത് പലപ്പോഴും. അപ്പം നമ്മുടെ ഫോക്കസ് കുറേ മാറിപ്പോയി. ഗ്രേസ് എന്നുള്ള വാക്ക് പിന്നെ അതുപോലെ തന്നെ വളരെ കുറച്ച് പ്രാവശ്യം വരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ എന്താ പറയുന്നത് എന്ന് ഞാൻ ഗ്രേസ് ഇല്ലെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ കിങ്ഡം ഓഫ് ഗോഡ് എത്ര പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഇത് എത്രമാത്രം ആഴത്തിൽ നമ്മൾ പഠിപ്പിക്കുകയും ഇത് പ്രചരിപ്പിക്കുകയും വേണം. നമ്മുടെ ഗോസ്പലിനകത്ത്, നമ്മുടെ സുവിശേഷത്തിനകത്ത് ജെഹോവ വിറ്റ്നസ് അല്ല കിങ്ഡം ഓഫ് ഗോഡിനെ പ്രചരിപ്പിക്കേണ്ടത്, യഥാർത്ഥ സഭയാണ് കിങ്ഡം ഓഫ് ഗോഡിനെ പ്രചരിപ്പിക്കേണ്ടത്. അപ്പം നമ്മുടെ ഗോസ്പൽ കിങ്ഡം ഓറിയന്റഡ് ആയിരിക്കണം. യേശു പഠിപ്പിച്ച പ്രാർത്ഥന നോക്കി, കിങ്ഡം ഓറിയന്റഡ് ആയിരുന്നു അവൻ്റെ പ്രാർത്ഥന അല്ലേ? പഠിപ്പിച്ച പ്രാർത്ഥന കിങ്ഡം ഓറിയന്റഡ്, പ്രസംഗിച്ച പ്രസംഗങ്ങളെല്ലാം കിങ്ഡം ഓറിയന്റഡ്, അപ്പോസ്തലന്മാർ പോയി പ്രസംഗിച്ചതെല്ലാം കിങ്ഡം ഓറിയന്റഡ്. പക്ഷെ പിന്നീട് ചില നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ സഭയുടെ പ്രസംഗത്തിൽ നിന്ന്, സഭയുടെ വിശ്വാസത്തിൽ നിന്ന് അത് മാറിപ്പോയിരിക്കുകയാണ്. എന്നാൽ നമുക്ക് തിരിച്ചതിലേക്ക് മടങ്ങി വരണം. അതിനൊരു ആഹ്വാനമാണ് ഈ ബൈബിൾ സ്റ്റഡി. അപ്പം ഞാനതിനെക്കുറിച്ച് അത് എങ്ങനെയാണ് കിങ്ഡം ഓഫ് ഗോഡിൻ്റെ കൺസെപ്റ്റ് കടന്നു വരുന്നത്, എന്തുകൊണ്ടാണ് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം എന്നുള്ളത് ബൈബിളിൻ്റെ മുഖ്യ തീമാണെന്ന് പറയാനുള്ള കാരണം എന്താണ്, അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒന്നുകൂടെ അതിന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ കിങ്ഡം ഓഫ് ഗോഡിൽ കടക്കുകയാണ്. അത് ഒന്നുകൂടെ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്. ഒന്നുകൂടെ നമ്മൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തുടങ്ങിയത് കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ള കൺസെപ്റ്റ് അത് ഏദനിൽ തുടങ്ങിയതാണ്. നമുക്കറിയാം, ദൈവം രാജാവായ ദൈവമാണ്. കാരണം സൃഷ്ടികർത്താവായ ദൈവം ആരാണ്? രാജാവാണ്. ഹീ ഈസ് ഇൻ കൺട്രോൾ ഓഫ് എവറിത്തിങ്. ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാം. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പിന്നെ സാത്താനാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ കാലാവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഈ പിശാചിനെയാണ് നമ്മൾ ഏൽപ്പിക്കാറുള്ളത്. നോ, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഗാഡ് ഈസ് ദ ക്രിയേറ്റർ, ഗാഡ് ഈസ് ഇൻ കൺട്രോൾ ഓഫ് എവറിത്തിങ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏദനിൽ എന്താ വീണ്ടും സംഭവിക്കുന്നത്? അതുകൂടെ ഞാൻ വ്യക്തമാക്കിയിട്ട് പറയാം. രാജാവായ ദൈവം, സൃഷ്ടികർത്താവായ ദൈവം, സൃഷ്ടി ചെയ്ത ഒരാൾക്ക് അതിൻ്റെ മേൽ കൺട്രോൾ ഉണ്ടായിരിക്കുമല്ലോ, ഇല്ലേ? ഡോണ്ട് യു തിങ്ക്? സൃഷ്ടി ചെയ്ത ഒരാൾക്ക്, ഒരു കാര്യത്തെ നിർമ്മിച്ച ആൾക്ക് അതിൻ്റെ മേൽ കൺട്രോൾ ഉണ്ടായിരിക്കുമോ ഇല്ലയോ? ഉണ്ട്. ഹി ഹാസ് കൺട്രോൾ ഓവർ ഇറ്റ്, ഹി ഹാസ് അതോറിറ്റി ഓവർ ഇറ്റ്, ഹി ഹാസ് ഇൻഫ്ലുവൻസ് ഓവർ ഇറ്റ്. അപ്പം ദൈവമാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്, ഈ മുഴുവൻ പ്രപഞ്ചത്തെ
സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവമാണ് ഇതിന്റെ രാജാവ്. രാജാവ് എന്ന് പറഞ്ഞാൽ ദൈവമാണ് ഇതിന്റെ മേലധികാരി എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്? ആദാമിനെ ഹൗവ എന്തിനാ സൃഷ്ടിക്കുന്നത്? വീണ്ടും ഞാൻ അതിലേക്ക് പോവാണ്, നിങ്ങളുടെ അത് മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും പറയാം. എന്തിനാണ് പിന്നെ വൈ ഹി ക്രിയേറ്റഡ് ആഡം ആൻഡ് ഈവ്? ടു റിപ്രസെന്റ് ഗാഡ്. സി, ദൈവം രാജാതിരാജാവാണ്, ദൈവം ഭരണാധികാരിയാണ്, ദൈവമാണ് എല്ലാത്തെയും ഭരിക്കുന്നത്, ദൈവമാണ് എല്ലാത്തെയും കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം എന്ത് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ ഡീസെൻട്രലൈസിങ് എന്താ പറയുന്നത്, പിന്നെ ഹിസ് അതോറിറ്റി, പവർ, ഡൊമിൻ. ദൈവത്തിന്റെ ആ കിങ്ഷിപ്പ് ഷെയർ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അതുകൊണ്ടാണ് ബ്രിട്ടീഷ് കോളനീസ് സ്ഥാപിക്കും. ലോകമെമ്പാടും അവരുടെ കോളനീസ് ഉണ്ടാക്കി. അപ്പം ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്യൂൻ അല്ല ഭരിക്കുന്നത് എല്ലായിടത്തും. പിന്നെ ആരാണ്? ഷീ ഡെലിഗേറ്റ്സ് പീപ്പിൾ. അപ്പൊ ഇന്ത്യയിൽ അവരെ ഭരിക്കാനായിട്ട് ഇന്ത്യയിൽ ഒരു ഡെലിഗേറ്റിനെ ആക്കും. അതാണ് വൈസ്രോയിമാരും അന്ന് പഴയ ഗവർണേഴ്സും ഒക്കെ. സോ ദേ റെപ്രസെന്റ് ക്യൂൻ സിറ്റിംഗ് ഇൻ ബ്രിട്ടൻ. The same way God was decentralizing. ദൈവം തന്റെ ഭരണം, ദൈവം തന്റെ ഡൊമൈൻ, ദൈവം തന്റെ മഹത്വം മനുഷ്യനെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഒരു എ സ്മോൾ കിങ്, മനുഷ്യനെ ഒരു കുഞ്ഞു രാജാവായിട്ടാണ് സൃഷ്ടിച്ചത്. നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാം അധ്യായം 26-ാം വാക്യം. സി, ഗോഡ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് ഗോഡ് റെയിൻസ് ഓവർ ഓൾ എർത്ത്. ഒരു വാക്യം ഒന്ന് വായിച്ചോട്ടെ. തുടക്കത്തില് സങ്കീർത്തനങ്ങൾ 47:2. 47-ാം സങ്കീർത്തനം 2-ാം വാക്യം. അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു. കണ്ടോ? ഹി ഈസ് എ ഗ്രേറ്റ് കിങ് ഓവർ ഓൾ ദി എർത്ത്. ഇത് നമ്മുടെ മനസ്സിലോട്ട് കയറണം കേട്ടോ. നമ്മൾ ഓർക്കുന്ന ഈ കാണുന്ന എല്ലാം നമ്മൾ പിശാചിനെ പറയുന്നത്. ഹു ഈസ് ദ കിങ്? ഗോഡ് ഈസ് നോട്ട് എ കിങ്, ഗോഡ് ഈസ് ദ ഗ്രേറ്റ് കിങ്. എവിടെ അവന്റെ പ്ലേസ് ഉണ്ട്? വാട്ട് ഈസ് ഹിസ് റിലം? എവിടെയാണ് അവന്റെ കിങ്ഡം ഉള്ളത്? അല്ല, അവന്റെ ഡൊമിൻ, അവന്റെ അതോറിറ്റി എവിടെയൊക്കെയാണ് ഉള്ളത്? എന്താ ഈ വാക്യം പറയുന്നത്? ഓൾ ദി എർത്ത്, എല്ലാ ഭൂമിയിലും അവൻ മഹാരാജാവാകുന്നു. അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. നമ്മളത് വിശ്വസിക്കുക. ഗോഡ് ഈസ് സ്റ്റിൽ ഇൻ കൺട്രോൾ. ബാക്കിയെല്ലാം അവന്റെ സൃഷ്ടിയാണ്. ബാക്കിയൊന്നും സ്വയംഭൂവല്ല, ബാക്കിയൊന്നും സർവാധികാരിയല്ല. അപ്പം ദൈവം മഹാരാജാവായിട്ട് എന്ത് ചെയ്യാണ്? സർവ്വഭൂമിക്ക് രാജാവായിട്ട് വാഴുന്നു. ഓക്കെ. പക്ഷെ അതേ സമയം തന്നെ ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യം, മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിട്ട് മഹാരാജാവാകുന്ന ദൈവത്തിന്റെ ഡെലിഗേറ്റ്സ് ആക്കി എന്ത് ചെയ്യാണ്? മനുഷ്യനെ മാറ്റുകയാണ്. കാരണം God not only wants to rule over all the earth, but he wants to rule through human beings. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് അവന്റെ ആധിപത്യം ഒറ്റയ്ക്ക് സ്ഥാപിക്കാനല്ല ഇഷ്ടം. ദൈവത്തിന് അവന്റെ രാജ്യത്വം, ദൈവത്തിന് അവന്റെ മഹത്വം മനുഷ്യനിലൂടെ സ്ഥാപിക്കുകയാണ് അവന്റെ ലക്ഷ്യം. അതിനാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്. അതെന്തിനാ മനുഷ്യനിലൂടെ സ്ഥാപിക്കുന്നത്? Why God wanted to establish his kingdom, his glory, his power, his dominion, his authority through human beings. എന്തിനാ? Why? എന്തുകൊണ്ടായിരിക്കാം? എന്തായിരിക്കാം അതിന്റെ ആൻസർ? Okay, but why God wanted to use man? ഒറ്റ ആൻസർ ഉള്ളതിന്, ദൈവത്തിന്റെ സ്നേഹം. God loves. ദൈവം നമുക്ക് സ്നേഹമില്ലാത്ത ഒരാളെ നമ്മുടെ റെപ്രസെന്റേറ്റീവായിട്ട് നിർത്തുമോ? എനിക്ക് പകരക്കാരനായിട്ട് ഉപയോഗിക്കാൻ, എനിക്ക് പകരം എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ, എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ റിലേഷൻഷിപ്പുള്ള ഒരാളെ ഉപയോഗിക്കുള്ളൂ. വഴിയെ പോകുന്ന ഒരാൾക്ക് എൻ്റെ അധികാരവും എൻ്റെ പവറും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുമോ? ഇല്ല. എനിക്ക് ഏൽപ്പിക്കാൻ കഴിയുക എൻ്റെ മക്കളെയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? See, God wanted to build a relationship. It is God's love that he wanted to delegate somebody on behalf of him so that he can rule. ദൈവം മഹാരാജാവാണ്. അവന് ആരും രാജ്യത്വം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ല രാജ്യത്വം ഇറങ്ങി വരുന്നത്. ഞാൻ പറഞ്ഞത് കിങ്ഡം ഓഫ് ഗോഡ് തന്നെ. കർത്താവ് ഞങ്ങളുടെ രാജ്യം വരണേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ല രാജ്യം ഇവിടെ വന്ന് സ്ഥാപിക്കുന്നത്. He is the king. ദൈവത്തിന്റെ രാജ്യത്വമാണ്. ദൈവമാണ് മഹാരാജാവ്. അവനേക്കാളും മുകളിലൊരു രാജാവില്ല. പക്ഷേ അവൻ ആഗ്രഹിക്കുന്നത് അവന്റെ സൃഷ്ടിപ്പിലൂടെ, അവന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിച്ച മനുഷ്യനിലൂടെ അവന്റെ മഹത്വം പ്രകടമാക്കുവാൻ, അവന്റെ രാജ്യത്വം പ്രകടമാക്കുവാൻ, അവന്റെ മാജസ്റ്റിക് റൂൾ പ്രകടമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനാണ് ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചത്.
നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കണം, 1-2 വാക്യം. ഇനി ആദാമിനെ ഹവ്വയെ മാത്രമല്ല, അവന്റെ സൃഷ്ടിക്ക് എല്ലാ സൃഷ്ടികൾക്കും ഫംഗ്ഷൻ കൊടുത്തു അല്ലേ? സൂര്യൻ്റെതായ ഫംഗ്ഷൻ. ഹി ഡെലിഗേറ്റഡ് സം റെസ്പോൺസിബിലിറ്റി ടു സൺ. സണ്ണിനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ചൂടും പ്രകാശവും കൊടുക്കണം. അവന്റെ കിങ്ഡത്തിൽ ഓരോരുത്തരും ഡെലിഗേറ്റ് ചെയ്യുന്ന കണ്ടോ? അതുപോലെ തന്നെ ചന്ദ്രൻ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, ഇതായിരിക്കും നിന്റെ. അപ്പൊ നമുക്കറിയാവുന്ന സൂര്യനും ചന്ദ്രൻ മാത്രമല്ല, അതുകൊണ്ടാണ് അത്ര എഴുതിയിട്ടുള്ളത്. ബാക്കി എത്രയോ ഗാലക്സികൾ അല്ലേ, എത്രയോ സൗരയൂഥം. നമ്മൾ ഒറ്റ ഗാലക്സിയിലാണ് നമ്മളിപ്പം, പിന്നെ മിൽക്കി വേ എന്നുള്ള ഗാലക്സിയാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് കോടാനുകോടിക്കണക്കിന് ഗാലക്സീസ് ഉണ്ട്. അപ്പൊ അതിൽ ഓരോന്നിനും എന്ത് ചെയ്യാണ് ദൈവം? എന്ത് കൊടുക്കുകയാണ്? ഡെലിഗേറ്റ് ചെയ്യാണ്. നക്ഷത്രങ്ങൾക്ക്, ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ, സമുദ്രത്തിന് അതിൻ്റെ, വെള്ളത്തിന് അതിൻ്റെതായ, മൃഗങ്ങളെ സൃഷ്ടിച്ചിട്ട് മൃഗങ്ങൾക്ക് പെറ്റുവരുവാനും പറക്കുവാനുമുള്ള അധികാരവും ഡൊമൈനും അതോറിറ്റിയും കൊടുക്കുന്നു. സി, എവ്രിബഡി, ഗോഡ് ഈസ് ഡെലിഗേറ്റിംഗ് all his creation something, some responsibility. അവസാനം മനുഷ്യൻ സൃഷ്ടിച്ചിട്ട് പറയുകയാണ്, എടാ ഇതിനെല്ലാത്തിനും ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? ഓരോ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും ഞാൻ ഓരോ ഡ്യൂട്ടീസ് ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ നിന്റെ ജോലി എന്ന് പറഞ്ഞാൽ സ്റ്റുവാർഡാണ്, ഇതെല്ലാം നോക്കി നടത്തുന്ന ലീഡറാണ് നീ. അപ്പൊ എന്റെ റിപ്പോർട്ട്, യു ആർ റിപ്പോർട്ട് ടു മീ. അപ്പൊ ബാക്കിയെല്ലാം റിപ്പോർട്ട് ടു യു ആണ്. ബാക്കിയെല്ലാം എന്ത് ചെയ്യണം? നിന്നോട് റിപ്പോർട്ട് ചെയ്യും. നിന്നെ അടിസ്ഥാനമാക്കി നിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ ചുമതലയാണ് ബാക്കി എല്ലാത്തിനും നോക്കി നടത്തുക എന്നുള്ളത്. ഇനി നിന്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്നെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. എന്നെ അടിസ്ഥാനപ്പെടുത്തി നീ എന്നോട് ചോദിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായോ? കിങ്ഡം ഓഫ് ഗോഡിന്റെ കാഴ്ചപ്പാട്. സോ ദിസ് ഈസ് വാട്ട് ഗോഡ്സ് പ്ലാൻ. പക്ഷേ സംഭവിച്ചത് എന്താണ് സംഭവിച്ചത്? മനുഷ്യൻ പാപം ചെയ്തു. പാപം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ രാജ്യത്ത് നഷ്ടപ്പെട്ടോ? പിന്നെന്താ സംഭവിച്ചത്? മനുഷ്യന്റെ രാജ്യത്ത് നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ദൈവരാജ്യത്തിന്റെ കൺസെപ്റ്റ് വീണ്ടും നമ്മൾ പഠിക്കുന്നത്? അപ്പം മനുഷ്യനെ ദൈവം ഡെലിഗേറ്റ് ചെയ്തു അവന്റെ ഓൺ ബിഹാഫ് ഓഫ് ആയിട്ട്. ഓൺ ബിഹാഫ് ഗാഡ് ഹി ഈസ് കൺട്രോളിങ്, ഹി ഈസ് ലുക്കിംഗ് ആഫ്റ്റർ. ഞാൻ ഡൊമൈൻ എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അടക്കി ഭരിക്കുക എന്നുള്ളതല്ല. അടക്കി ഭരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ആദ്യത്തെ ആദ്യത്തെ സൃഷ്ടിയിൽ അടക്കി ഭരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് തന്നെ വരും. സിംഹത്തോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ അടക്കി ഭരണം ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം അത്രത്തോളം അങ്ങനെ ഒരു കൂട്ടായ്മയിലാണ് അവർ വസിക്കുന്നത്. അവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ല, അവിടെ ഒരു ഡിസഗ്രിമെന്റോ ഡിസ്പാരിറ്റിയോ ഒന്നുമില്ല. അത്രയ്ക്ക് ഒബീഡിയൻസ്, ആ ഒബീഡിയൻസ് അവിടെ നിൽക്കുകയാണ്, ഫെലോഷിപ്പ് അവിടെ നിൽക്കുകയാണ്. അപ്പം എന്താ സംഭവിച്ചത്? ഇവിടെ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നേ? ദൈവത്തിന്റെ രാജ്യത്വം നഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ 47 സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ഇപ്പൊ വായിച്ചു, ദൈവം സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. കാരണം എന്താ? ഹി ഈസ് ദ കിങ്. എന്തുകൊണ്ടാ ഹി ഈസ് ദ കിങ്? ഹി ഈസ് ദ ക്രിയേറ്റർ. അവൻ സൃഷ്ടി അവനാ ചെയ്തത് കൊണ്ട്, ഗോഡ് ക്രിയേറ്റഡ്, അതുകൊണ്ട് ദൈവം മഹാരാജാവാണ്. അവന്റെ രാജ്യത്വം എടുത്തു കളയാൻ ആർക്കും കഴിയില്ല. നോബഡി ക്യാൻ ടേക്ക് അവേ ഹിസ് കിങ്ഷിപ്പ്. ആർക്കെങ്കിലും കഴിയോ? ദൈവത്തിന്റെ രാജ്യത്വം എടുത്തു കളയാൻ ആർക്കെങ്കിലും കഴിയോ? ഇല്ല. അപ്പം പാവം മനുഷ്യനിൽ പ്രവേശിച്ചപ്പോ നഷ്ടപ്പെട്ടത് ദൈവത്തിന്റെ രാജ്യത്വം അല്ല നഷ്ടപ്പെട്ടത്. പിന്നെ സംഭവിച്ചെന്താണെന്നറിയോ? മനുഷ്യന്റെ രാജ്യത്വം നഷ്ടപ്പെട്ടു. മനുഷ്യനെ ദൈവം ഒരു ചെറിയ കിങ്ങാക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പാപം വന്നതോടെ എങ്ങനെയുള്ള കിങ്ഷിപ്പാണ്? ദൈവവുമായിട്ട് ചേർന്ന് വസിക്കുന്നൊരു കിങ്ഷിപ്പ്. ദൈവത്തിൽ നിന്ന് കാര്യങ്ങളെ സ്വീകരിച്ചിട്ട് ഒരു ക്യൂൻ, അതാണ് ആ കോളനി എന്നുള്ള, അത് ഓർക്കാൻ ഞാൻ വീണ്ടും പറയുന്നത്. എലിസബത്ത് എന്ന ക്യൂനിൽ നിന്ന് ഇന്ത്യയിൽ ഇരിക്കുന്ന വൈസ്രോയി, അവരിൽ നിന്നാണ് കാര്യങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ നടപ്പാക്കുന്നത്. അപ്പൊ ബ്രിട്ടനിലിരുന്ന് ക്യൂൻ എന്താണോ ചിന്തിക്കുന്നത് അത് നടപ്പാക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇതേ രീതിയിൽ ദൈവം എന്താണോ ചിന്തിക്കുന്നത്, ദൈവത്തിന്റെ പദ്ധതികൾ എന്താണോ അത് മനുഷ്യനിലൂടെ ചെയ്തെടുക്കുക. അപ്പം ഇവിടെയുള്ള വൈസ്രോയി തെറ്റിപ്പോകുമ്പോ വൈസ്രോയിയെ പുറത്താക്കുന്ന, അല്ല ക്യൂവിന്റെ ആധിപത്യം നഷ്ടപ്പെട്ടില്ല. ഇനി ഈ വൈസ്രോയിയെ കൊണ്ട് തന്നെ ഇത് ചെയ്യിക്കണമെന്നാണ് ദൈവത്തിന്റെ പ്ലാൻ. ഞാൻ പറഞ്ഞു പിടികിട്ടിയോ? അപ്പൊ മനുഷ്യന്റെ രാജ്യത്വം നഷ്ടപ്പെട്ടു. പാവം വന്നപ്പോൾ ദൈവത്തിനൊന്നും പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. ദൈവത്തിന് എന്താ നഷ്ടപ്പെടാനോ? ചിലരൊക്കെ നമ്മളൊക്കെ ഇരിപ്പ് കണ്ടെങ്കിൽ ദൈവത്തിന് നഷ്ടപ്പെട്ടെന്നോ? ദൈവത്തിന് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല. നഷ്ടപ്പെട്ടതൊക്കെ നമുക്കേ ഉള്ളൂ. ഈ പാപം എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവത്തിന് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല. പാവം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള നഷ്ടമുള്ളൂ. കഷ്ടവും രോഗം ദുഃഖമൊക്കെ നമുക്ക് തന്നെ കിട്ടി. പിന്നെ കർത്താവ് സ്നേഹമുള്ള അതെല്ലാം എടുക്കുന്നുള്ളൂ, ഏറ്റെടുക്കുന്നേ ഉള്ളൂ. ദൈവത്തിന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്താ ദൈവത്തിന് നമ്മുടെയൊക്കെ ഇരിപ്പ്, നമ്മുടെ പ്രാർത്ഥനയൊക്കെ കണ്ട് ദൈവത്തിന് എന്തൊക്കെ നഷ്ടപ്പെട്ടു, ദൈവത്തിന് എന്തൊക്കെ ഗുണം ഉണ്ടാവണം, അതുകൊണ്ടാണ് ഞാൻ ഈ വരുന്നത്. ഒന്നുമല്ല, നമുക്ക് ഗുണം ഉണ്ടാവാൻ വേണ്ടിയാ. അപ്പൊ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം മഹാരാജാവാകുന്നത് സ്റ്റോപ്പാക്കിയില്ല. നമ്മെ ചെറിയ രാജാക്കന്മാരാക്കി ദൈവം സൃഷ്ടിച്ചത് നഷ്ടപ്പെട്ടു. We are not able to reign. We are not able to have a domain over all the earth. നമുക്ക് വാഴാൻ ദൈവം നമുക്ക് തന്ന അധികാരത്തെ ദൈവം എടുത്തു മാറ്റി. പക്ഷെ അതുകൊണ്ട് പ്ലാൻ അവസാനിപ്പിച്ചില്ല കേട്ടോ. അപ്പൊ ഞാൻ വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല. ജെനസിസ് 1:26, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം വായിച്ചാൽ
ആ വാക്യങ്ങളിലെല്ലാം കറക്റ്റായിട്ട് കാണുന്നുണ്ട് ഒരാളെ റെസ്പോൺസിബിലിറ്റി, ഒരു രാജാവിനെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുന്ന വാക്യങ്ങളാണ്, ആ വാക്കുകളാ കാണുന്നത്. ഒന്നൊന്ന് വായിച്ച് പെട്ടെന്ന് വായിച്ചു പോക്ക. നിങ്ങൾ അവിടെ ഒരു കിങ്ഡം വേർഡ്സ് കാണുന്നുണ്ടോ? അവിടെ ഒരു ഗവൺമെന്റൽ വേർഡ്സ് കാണുന്നുണ്ടോ? ഇല്ലയോ? ഇല്ലേ? ഉണ്ടോ? എന്തൊക്കെയാ പറയുന്നത്? അവൻ എന്ത് ചെയ്യട്ടെ? റെയിൻ, വാഴട്ടെ, അവൻ ഭരിക്കട്ടെ, അവൻ അതിനെ കൺട്രോൾ ചെയ്യട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ഗാഡ് ഈസ് ദ ക്രിയേറ്റർ ഓഫ് ഓൾ യൂണിവേഴ്സ്. ദൈവം എല്ലാത്തിനും സൃഷ്ടിക്കുക, അവൻ മഹാരാജാവാണ്. ദൈവത്തിന് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടല്ല ഈ പറയുന്നത്. ദൈവത്തിന് സിംഹത്തെ നോക്കാൻ കഴിയാത്തതുകൊണ്ടൊന്നും അല്ല ഈ പറയുന്നത്. ദൈവത്തിനെ ഉണ്ടാക്കിയ പക്ഷിയെ പിന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ടൊന്നും അല്ല അവനോട് പറയുന്നത്. ദൈവത്തിന് ഈ പിന്നെ മഞ്ഞും മഴയൊക്കെ പെയ്യിപ്പിക്കാൻ ദൈവത്തിന് ഇവിടുന്ന് സസ്യലതാദികളെയൊക്കെ നോക്കാൻ കഴിയാത്തതുകൊണ്ടൊന്നും അല്ല മനുഷ്യനോട് പറയുന്നത്. അതുകൊണ്ടൊന്നും അല്ല. എന്തിനാ? പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കുന്ന ഒരു മനുഷ്യന് ഒരു റിലേഷൻഷിപ്പ് വേണം ദൈവത്തിന്. ആ റിലേഷൻഷിപ്പ് ഒരു റോബോട്ടിക് റിലേഷൻഷിപ്പ് ആകരുത്. ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന തന്റെ കുഞ്ഞുങ്ങളെ രാജാക്കന്മാരായിട്ട് ദൈവം എടുക്കുകയാണ്. അപ്പൊ അവരിലൂടെ തന്റെ രാജ്യത്വവും കർത്തൃത്വവും മഹത്വവും ഒക്കെ വ്യാപിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അത് ദൈവത്തിന്റെ സ്നേഹം. അതിന്റെ ചോദ്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉള്ളൂ, സ്നേഹം. ഒരാൾ നിങ്ങൾക്ക് നല്ലൊരു പദവി ചുമ്മാ തരുന്നുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? അത്രേ ഉള്ളൂ, സ്നേഹം. വേറെ എന്തോ എന്തോ പറയണ്ടേ? അതിന്റെ പിന്നിലുള്ള തിയോളജി അത്രേ ഉള്ളൂ, സ്നേഹം. ഗോഡ്സ് ലവ്, ഗോഡ്സ് റിലേഷൻഷിപ്പ്. ഓക്കെ, എനിവേ, അപ്പം അവിടെ ഒരു കിങ്ഡം കൺസെപ്റ്റ്. ജെനസിസ് 1:26 ദൈവരാജ്യത്തെ കാണിക്കുന്ന പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടുത്തെ രാജാവ് ആരാണ്? രാജാക്കന്മാരാരാണ്? മഹാരാജാവ് ദൈവമാണ്. ചെറിയ രാജാക്കന്മാരാരൊക്കെയാണ്? മനുഷ്യരാ. ആദമിനെ ഹവ്വ അങ്ങനെ സൃഷ്ടിക്കുക, അതിനെല്ലാം കൺട്രോൾ ചെയ്ത് അതാണ് ഞാൻ പറഞ്ഞത്, ഗോഡ് ഈസ് ഇൻവിസിബിൾ ബട്ട് ഗോഡ് ക്രിയേറ്റഡ് മാൻ ആസ് എ വിസിബിൾ, എന്താ പറയുന്നത്, ഗോഡ്സ് ഇമേജസ്. ദൈവം അദൃശ്യനായ ദൈവമാണ്. എന്നാൽ മനുഷ്യനെ കാണുമ്പം ജീവനുള്ളൊരു ദൈവം ഉണ്ടെന്ന് ലോകം കാണണം, എർത്ത് കാണണം, ഭൂമി കാണണം എന്ന് ദൈവം ആഗ്രഹിച്ചേ. അത്രയ്ക്ക് ശ്രേഷ്ഠമായെന്നായിരുന്നു. ഓക്കെ, എന്നാൽ അവിടെ പാപം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പാപം വന്നപ്പോൾ വീണ്ടും മനസ്സിലാക്കുക, പാപം വന്നപ്പോൾ മനുഷ്യന് നഷ്ടമുണ്ടാകുകയാണ്. മനുഷ്യന്റെ രാജ്യത്വം ദൈവം എടുത്തു കളഞ്ഞു. മനുഷ്യന് നോ മോർ ഹ്യൂമൻ ക്യാൻ ഡൊമൈൻ, നോ മോർ ആഡം ആൻഡ് ഈവ് ക്യാൻ റൂൾ ഓവർ ദി എർത്ത്. പക്ഷെ ദൈവം രാജാവാണ് ഇപ്പോഴും. അത് അന്നും ഇന്നും ഒക്കെ. നമ്മൾ ഓർക്കുന്ന ഈ പാപം വന്ന് പിശാച് കയറിയപ്പോൾ പിന്നെ ദൈവത്തിന് പിന്നെ ഇങ്ങനെ ഭയങ്കര കഷ്ടപ്പാടാണ്. പിന്നെ ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, ഇവനെ എങ്ങനെ അടിച്ച് പുറത്താക്കിയിട്ട് വേണം ബാക്കി കൂടെ. ഒന്നുമല്ല കേട്ടോ. God is the king today. നമ്മൾ മഹാരാജാവിന്റെ മക്കളാണ്. നഷ്ടം നമുക്കാണ് ഉണ്ടായത്. ആ നഷ്ടം നികത്താനാണ് കർത്താവ് വീണ്ടും വന്നത്. ദൈവത്തിന് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. ദൈവത്തിന് നഷ്ടം ഉണ്ടാകത്തുമില്ല. നഷ്ടം ഉണ്ടായവൻ ദൈവമല്ല അവൻ. ഓക്കെ, നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. അപ്പൊ ഗോഡ്സ് പ്ലാൻ എ വാസ് ടു യൂസ് മാൻ, മനുഷ്യനെ ഉപയോഗിക്കുക. അവിടെ കൊണ്ട് പ്ലാൻ എ അവസാനിക്കുന്നില്ല കേട്ടോ. കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു? നോഹയിലേക്ക് വരിക. അടുത്തൊരു തെരഞ്ഞെടുപ്പ് കാണുന്നു. ആദമിനെ ഹവ്വയൊക്കെ അതിനുശേഷമായിട്ട് ഭൂമി മുഴുവൻ എന്ത് ചെയ്യാണ്? ദുഷ്ടത കൊണ്ട് നിറയുകയാണ്. എന്നാൽ ദൈവം ഒരു കുടുംബത്തെ തിരഞ്ഞെടുക്കുകയാണ്. ആരാണ് തിരഞ്ഞെടുത്തത്? നോഹയും കുടുംബത്തെയും. നോഹയെ ഒരു കുഞ്ഞു രാജാവായിട്ടാണ് ദൈവം തിരഞ്ഞെടുത്തത്. അറിയോ? നിങ്ങൾ അവിടെ വീണ്ടും കിങ്ഡം ഓഫ് ഗോഡിന്റെ കൺസെപ്റ്റ് കാണുന്നുണ്ട്. നോഹയെ ഇതുപോലെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ, ജെനസിസ് ചാപ്റ്റർ 9 വേഴ്സ് 1 and 2. ദൈവം നോഹയും അവന്റെ പുത്രന്മാരെ അനുഗ്രഹിച്ചു. നമ്മൾ നേരത്തെ ജെനസിസ് 1:26 വായിച്ചായിരുന്നു. അതുപോലെ തന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വാക്യങ്ങൾ വായിക്കുക. ജെനസിസ് 9 and 2. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിലൊക്കെയും പെരുകുവിൻ. ആരോടാ പറഞ്ഞത് ഇത് ആദ്യം? ആരോടാ ആദ്യം പറഞ്ഞേ എന്ന് പറഞ്ഞാട്ടെ. ആഡമിനോട് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കണ്ടോ? അപ്പൊ പാപം വന്നതുകൊണ്ട് പിശാച് വന്നുകൊണ്ട് എന്നാ പിന്നെ വിട്ടു, ഇനിയിപ്പോ ഇടിച്ചു പൊളിച്ച് കളഞ്ഞാൽ ഇനിയിപ്പോ വേറെ പരിപാടി തുടങ്ങാനൊന്നും അല്ല. സെയിം പ്ലാൻ ഗോഡ് ഈസ് റീസ്റ്റോറിങ്. സി, ഗോഡ് ഈസ് ഇമ്മ്യൂട്ടബിൾ. ദൈവം ഒരിക്കലും ചേഞ്ച് വരുന്ന ദൈവമല്ല. ദൈവത്തിനൊരു വ്യത്യാസം ഉണ്ടാകില്ല. പിശാച് വന്നു പറഞ്ഞോ, പാവം വന്നു പറഞ്ഞോ, എന്നാൽ പിന്നെ ഇനി മുതൽ ഞാൻ പറഞ്ഞൊക്കെ മായ്ച്ചു കളഞ്ഞേര്, തൂത്തേ ചൊന്നേന്ന് എഴുതാനൊന്നുമല്ല. ഗോഡ് ഈസ് ഇമ്മ്യൂട്ടബിൾ. ഗോഡ് കനോട്ട് ചേഞ്ച്. ദൈവം ഒരു പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ അത് നിവർത്തിക്കാതെ ദൈവം പോകില്ല. മിസ്റ്റേക്ക് പറ്റുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മളാണെങ്കിൽ പിന്നെ ഈ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ പ്രൊഫസറൊക്കെ പറയുന്നത് ലെറ്റ്സ് എക്സ്പ്ലോർ ആൻഡ് ഡു ഇറ്റ് ആൻഡ് സീ ഇഫ് ഇറ്റ് ക്യാൻ വർക്ക്. നമ്മൾ ചില പ്രോജക്റ്റ് റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ പറയുന്നത് നമുക്കറിയില്ലോ, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ലെറ്റ്സ് ഡു ഇറ്റ് ആൻഡ് സീ, ലെറ്റ്സ് എക്സ്പ്ലോർ. അപ്പം പ്രൊഫസേഴ്സിന് പോലും എന്ത് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. അപ്പം ദെൻ വിൽ ഡു ഇറ്റ് ആൻഡ് സീ ഇഫ് ഇറ്റ് വർക്ക്സ്. അപ്പോൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് മാറ്റി കളഞ്ഞിട്ട് അടുത്ത പ്രപ്പോസൽ കൊണ്ടുവരികയാണ്, അടുത്ത ആന്റിതീസിസ് കൊണ്ടുവരികയാണ്.
അപ്പം ദൈവം അങ്ങനെ ഒരു ആന്റിതീസിസും പ്രപ്പോസലും കൊണ്ടുവന്ന് നടക്കുമോ നോക്കിയിട്ട് നടക്കുന്ന ദൈവമൊന്നുമല്ല. ഒരു കാര്യം നടക്കുന്നതിന് മുമ്പേ ദൈവത്തിന് അറിയാം അത് നടക്കുമോ ഇല്ലയോ, അതെങ്ങനെ നടത്തിക്കണം, അതെങ്ങനെ ചെയ്യിക്കണം എന്ന് വ്യക്തമായ ധാരണ ദൈവത്തിനുണ്ട്. See, God is re-establishing his covenant with Noah here. God is making Noah a king. ഹലോ, നോവയും കുഞ്ഞുങ്ങളെയും ദൈവം രാജാക്കന്മാരായിട്ട് ഡെലിഗേറ്റ് ചെയ്യുകയാണ്. അതാണ് ഇവിടെ വായിക്കുന്നത്. തുറന്ന് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. വായിച്ചാട്ടെ. Did you see that? നിങ്ങളുടെ പേടി നടുക്കവും ഭൂമിയിലെ ആഡാമായിട്ട് റിലേറ്റ് ചെയ്ത് കണ്ടേ. ആഡാമിനോട് ഹവ്വയോട് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ജീവജാലങ്ങളെയും വാഴണം. അതേ കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. പക്ഷെ ഒറ്റ വ്യത്യാസമുള്ളൂ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നേരത്തെ വാഴാൻ പറഞ്ഞുള്ളൂ, നേരത്തെ നോക്കി നടത്താനേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇവിടെ ദൈവം ഒരു ഭയം എല്ലാത്തിനും ഉള്ളി കൊടുത്തു. പാപം വന്നതിന് ശേഷം എന്ത് വന്നെന്നറിയോ? ഈ ഭയം ഇല്ലെങ്കിൽ അവർ അനുസരിക്കത്തില്ല. അന്ന് മുതൽ ഈ മൃഗങ്ങളൊക്കെ പേടിച്ചു തുടങ്ങിയ. പക്ഷെ ആദാമിനെ ഇവർക്ക് പേടിയില്ലായിരുന്നു. ആദാമിനെ സ്നേഹത്തിലാണ് അവരനുസരിച്ചത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ കിങ്ഡം ഓഫ് ഗോഡ് പാപത്തിന് മുമ്പുണ്ടായ ഒറ്റ പ്രത്യേകത, സിംഹത്തോട് ഇവിടെ വരാൻ പറഞ്ഞ് തലകുനിച്ച് തലയാട്ടി ഇവിടെ വരും. മറ്റേത് തോക്കെടുത്ത് കാണിച്ചാലേ വരത്തുള്ളൂ, അല്ലെങ്കിൽ തോക്കെടുത്ത് കാണിച്ചാലേ മിണ്ടാൻ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇവനെ കടിച്ചു കയറും. അപ്പം മനുഷ്യന്റെ ഭയം എന്ത് ചെയ്തു? ദൈവം മൃഗങ്ങളുടെ മേൽ ഇട്ടു. വ്യത്യാസം ഒറ്റ ഇതേ ഉള്ളൂ. ഒന്ന് പേടി കൊണ്ട് അനുസരിപ്പിക്കുന്നു, മറ്റത് സ്നേഹം കൊണ്ട് അനുസരിപ്പിക്കുന്നു. പാവം ഇല്ലാത്തടത്ത് എന്തുണ്ട്? സ്നേഹമുണ്ട്. പാവം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് വന്നു? പേടി കിട്ടും. അപ്പൊ പേടിയാണ് ഇപ്പൊ ലോകത്തെ നയിക്കുന്നതന്നെ പേടിയല്ലേ. ഇപ്പോൾ പേടിയില്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുമോ? നമുക്ക് ദൈവത്തെ പേടിയാണല്ലോ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കൂ? ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഒന്നാമത്തെ ഇതെന്ന് പറയുന്നത് പേടിയാണ്. നരകത്തിൽ പോകുന്നുള്ള പേടി, അടി കിട്ടുമെന്നുള്ള പേടി. കർത്തൃമേശ എടുക്കുന്നതിന് നമ്മൾ കരയുന്ന എന്തിനാ? ഇതെങ്ങാനും കഴിച്ചിട്ട് പിന്നെ ചത്തുപോയാൽ തീർന്നു. ആ ഒറ്റ പേടി കൊണ്ടാണ് നമ്മൾ കരയുന്നത്. അല്ല കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ അനുഭവിച്ച പീഡകൾ ഓർത്തിട്ടാണോ നമ്മൾ കരയുന്നത്? ഒന്നുമല്ല. വെറുതെ കള്ളം പറയണ്ട. ആ പീഡകൾ ഓർത്ത് എനിക്കറിയില്ല എന്തുമാത്രം നമുക്ക് കരയാൻ കഴിയുന്നുണ്ടെന്ന്. പക്ഷെ ഒറ്റ ഇതാണ്, കർത്താവ് ഇതെങ്ങാനും കഴിച്ചിട്ട് അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കരയണം ആ കരച്ചിൽ. അപ്പൊ തിരുവത്താഴം എടുക്കുമ്പോൾ മാത്രമുള്ള കരച്ചിലാണെങ്കിൽ അത് കളിപ്പീര് കരച്ചിലാ. അത് വെള്ളത്തുണി കാണുമ്പോൾ മാത്രം നമുക്കൊരു പേടിയുണ്ട്. മറ്റൊരു വെള്ളത്തുണിയാണ് നമ്മൾ കാണുന്നത് പുറകില്. നോ, പേടിയാണ് മനുഷ്യനെ നയിക്കുന്നത്. പക്ഷെ സ്നേഹം, പാപത്തിന് മുമ്പുണ്ടായിരുന്ന പ്രധാനത് സ്നേഹമാണ്. ആദാം പറഞ്ഞ അനുസരിക്കും. പക്ഷെ നോഹയോട് പറയാണ് നീ അടക്കി വാഴണം. പക്ഷേ അതിനൊരു കണ്ടീഷൻ, നിനക്ക് അടക്കി വാഴാൻ കഴിയത്തില്ലെന്ന് എനിക്കറിയാം. നോഹയോട് പറയാണ് നിനക്ക് വെറുതെ നീ പറഞ്ഞാലും അവർ കേൾക്കത്തൊന്നുമില്ല. കാരണം പാപം വന്നപ്പോ മുഴുവൻ ഭൂമിയിലും ആ ശാപം നിറഞ്ഞിരിക്കുകയാണ്, മുഴുവൻ ജീവജാലങ്ങളുടെ പേരും ആ പാവം നിറഞ്ഞിരിക്കുകയാണ്. നീ പറഞ്ഞാലൊന്നും കേൾക്കത്തൊന്നുമില്ല. ആദം പറഞ്ഞാൽ കേൾക്കുമായിരുന്നു, പക്ഷെ പാവം വന്നോട് നീ പറഞ്ഞാൽ കേൾക്കത്തില്ല. അതുകൊണ്ട് നീ പറഞ്ഞാൽ കേൾക്കുന്ന വിധത്തിൽ ഞാൻ അവയെ വളച്ചൊടിച്ച് നിന്റെ കൈ തരാം. ഞാനൊരു പേടി അവരുടെ ഉള്ളിൽ കൊടുക്കും. വായിച്ചാട്ടെ. ആകാശത്തിലെ എല്ലാ പറവകൾക്കും സകല ഭൂചരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. ഇതെല്ലാവർക്കും ആർക്കുണ്ടാവും? അപ്പം ജെനസിസ് 1-ാം അധ്യായം വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടോ? ആഡമിനോട് ഹവ്വയോടും പറഞ്ഞ അതേ കാര്യങ്ങൾ നോഹയെ തെരഞ്ഞെടുത്തിട്ട് നോഹയെ ഡെലിഗേറ്റ് ചെയ്യാണ് ആസ് എ കിങ്. അതായിരുന്നു അടുത്ത ഗോഡ്സ് പ്ലാൻ. ദ സെയിം പ്ലാൻ ഈസ് റിസ്റ്റോർഡ് ത്രൂ എ സിംഗിൾ മാൻ ആൻഡ് ഹിസ് ഫാമിലി. പക്ഷെ എന്താ സംഭവിച്ചത്? നോഹയ്ക്ക് അത് പറ്റിയോ? നോഹയ്ക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയോ? പാവം ഇല്ലാത്ത സമയത്ത് ആദമിനും പറ്റിയില്ല, പിന്നെയാണ് പാവം വന്നതിന് ശേഷം നോഹയ്ക്ക് പറ്റുക. ഈ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്ത ഈ രാജാവാക്കി നോഹയും വെച്ചു. നോഹയും കുഞ്ഞുങ്ങളെയൊക്കെ രാജാവായിട്ട് വെച്ചു. സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക. ആദമിനോട് പറഞ്ഞു അതേ കാര്യങ്ങൾ പറഞ്ഞു, സന്താനപുഷ്ടിയുള്ളവരെ പെരുകുക, എല്ലാത്തിനെയും അടക്കി വാഴുക എന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോഹയെ കാണുന്ന ചിത്രം നോക്കി, കുടിച്ചു കൂത്താടി മത്തനായിട്ട് വസ്ത്രമില്ലാതെ വഴി കിടക്കുന്ന രാജാവ്. പറഞ്ഞു പിടിയിട്ടിയോ? ആദമിനെ ഹവ്വയും രാജാവായിട്ട് ദൃഷ്ടിച്ചു. കുറച്ച് കഴിയുമ്പോഴത്തേന് പഴത്തിന് പിന്നാലെ അവർ പോയി. രാജ്യത്തും കർത്താവ് നഷ്ടപ്പെട്ടില്ല, അവരുടെ രാജ്യത്തും പോയി. നോഹ കുറച്ച് കഴിയുമ്പോഴത്തേന് കുടിച്ചു കൂത്താടി മത്തനായിട്ട് വസ്ത്രമില്ലാതെ കിടക്കുന്നു, അവന്റെ രാജ്യത്തും പോയി. കുഞ്ഞുങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേന് എല്ലാവരുടെ കൂടിയിട്ട് എന്തോ ഉണ്ടാക്കി? ബാബേൽ കോട്ട. ദൈവത്തിന്റെ ആവശ്യമില്ല, ഞങ്ങൾ വേറൊരു രാജ്യത്ത് ഇവിടെ ഉണ്ടാക്കാൻ പോവാണ്. വി ആർ ഗോയിങ് ടു ബിൽഡ് അനദർ കിങ്ഡം. ദൈവം അടിച്ച് താഴെ ഇട്ടു, എല്ലാവരെയും പരത്ത് എല്ലാവരെയും മറ്റു സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിടുകയാണ്, ഭാഷ കലക്കുകയാണ്. അവിടെ കൊണ്ട് ആ രണ്ടാമത്തെ പ്ലാൻ അവസാനിച്ചു. പ്ലാൻ എന്ന് പറഞ്ഞാൽ അവരെ ഉപയോഗിക്കുന്ന പ്ലാൻ. അതുകൊണ്ട് അപ്പൊ അവിടെ നഷ്ടം ആർക്കാ? ദൈവത്തിനാണോ? അവിടെ ആർക്കാ നഷ്ടം? നോഹയ്ക്ക് നഷ്ടമായി. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, നിങ്ങൾ എല്ലാത്തിനെയും അടക്കി വാഴുവിൻ എന്നൊക്കെ നോഹയോട് കൽപ്പിച്ചത് ആർക്ക് നഷ്ടമായി? നോഹയ്ക്കും പിള്ളേർക്ക് നഷ്ടമായി. ദൈവത്തിന് പ്രത്യേക നഷ്ടമൊന്നുമില്ല. പണ്ടൊരാൾ പറഞ്ഞത് ദൈവം വലിയൊരു കൃഷി നടത്തി, കുറെ ഈ വാഴക്കൃഷിയായിരുന്നു. ആ വാഴക്കൃഷി കുറെ എണ്ണം അങ്ങ് പോയി. പിന്നെ എന്താ പറഞ്ഞത്, അത് കൊത്തിപ്പോയി ഇത് കൊത്തിപ്പോയി, 1-2 വാഴ പിന്നെ തൈ അവശേഷിച്ചെന്ന്.
അപ്പം ദൈവത്തിന് ഇങ്ങനെ വലിയ നഷ്ടം വന്നൊരു ഈ കൃഷിക്കാരനായിട്ടാണ് കാണുന്നത്. ഒന്നുമല്ല, വാഴയ്ക്ക നഷ്ടപ്പെട്ടെ. വാഴയ്ക്ക് പോയെങ്കിൽ അപ്പം നമ്മളാരും ദൈവത്തിനെ നഷ്ടം നികത്താൻ നിൽക്കേണ്ട. ദൈവം നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ നമ്മുടെ അനുഗ്രഹത്തിനും നമ്മുടെ നന്മയ്ക്കും വേണ്ടിയാണ് പറയുന്നത്. അത് ദൈവത്തിന് സ്നേഹമുള്ളതുകൊണ്ടാണ് പറയുന്നത്. ദൈവം കരുണാമയനായ ദൈവം, അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ നഷ്ടം അവൻ തന്നെ അങ്ങ് ഏറ്റെടുത്തത്. അല്ല, ദൈവത്തിന് പ്രത്യേകം ഒരു കുഴപ്പമില്ല. നമ്മളില്ലേലും ദൈവത്തിന് ഒരു കുഴപ്പമില്ല. ഞാനില്ലേലും ദൈവം ജീവിക്കും. ദൈവത്തിന് കഞ്ഞികുടിക്ക് ഒരു മുട്ടുണ്ടാകില്ല. പക്ഷേ ദൈവം നമ്മളെ നിർത്തുന്നത് ദൈവത്തിന് സ്നേഹമുള്ളതുകൊണ്ടാണ്. നമ്മൾ മറ്റുള്ളവരെ നിർത്തുന്നത് നമുക്ക് ഗുണമുള്ളതുകൊണ്ടാണ്. അതുപോലല്ല ദൈവം. എനിക്ക് ഒരു ഗുണമില്ലെങ്കിൽ പിന്നെ ഞാൻ ആൾക്കാരോട് സഹകരിക്കും. അപ്പൊ നമ്മുടെയൊക്കെ റിലേഷൻഷിപ്പിന്റെ പിന്നിലുള്ള ചേതോഹാരം എന്താണ്? പക്ഷെ ഗോഡ്സ് റിലേഷൻഷിപ്പ് ഈസ് കംപ്ലീറ്റ്ലി ടോട്ടലി ബിൽഡ് അപ്പോൺ ലവ്. അപ്പൊ നോഹയെ തിരഞ്ഞെടുക്കുകയാണ് കുഞ്ഞ് ഒരു കിങ് ആയിട്ട്. പക്ഷേ നോഹ തെറ്റ് ചെയ്ത് ആ രാജ്യത്ത് അവൻ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞോ അവിടെ കൊണ്ട്? പിന്നെ ദൈവം ആരാണ് തിരഞ്ഞെടുക്കുന്നത്? കിങ്ഡം ഓഫ് ഗോഡ് നിങ്ങൾ കാണുന്നുണ്ടോ? ദൈവരാജ്യം വരുന്ന വഴി ദൈവം ആരെ തിരഞ്ഞെടുക്കുന്നത്? God restored the same plan with Abraham. ആബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ പ്ലാൻ അവിടെ നിർത്തുന്നില്ല. അതേ പ്ലാൻ ദൈവം റിസ്റ്റോർ ചെയ്യുകയാണ്. ജെനസിസ് 17 verse 4 and 6 ഒന്ന് വായിച്ചേ. 4 to 6. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 4 മുതൽ 6 വരെ. എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്. ഹലോ, ഇവിടെ കാണുന്നുണ്ട് വീണ്ടും ഒരു കിങ്ഡം കൺസെപ്റ്റ്, ദൈവരാജ്യത്തിന്റെ കൺസെപ്റ്റ് കാണുന്നുണ്ടോ? നമ്മൾ ഈ വാക്യങ്ങളിലൂടെ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവരാജ്യം എങ്ങനെയാണ് വരുന്നതെന്ന്. പുതിയ നിയമത്തിലെ ദൈവരാജ്യമാണ് നമ്മുടെ കാഴ്ചപ്പാട്. പക്ഷേ അത് ദൈവത്തിന്റെ ഇന്നലെയും തുടങ്ങിയ പ്ലാൻ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ നോക്കൂ, നീ ബഹുജാതികൾക്ക് പിതാവാകും. പിന്നെ ഞാൻ നിന്നെ വീണ്ടും റെപ്രസെന്റ് ചെയ്യാണ് ദൈവത്തെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. ഗോഡ്സ് ഇനിഷ്യേറ്റീവ് ആണ്. മനുഷ്യൻ അബ്രഹാമിന്റെ ഇനിഷ്യേറ്റീവ് അല്ല അവൻ വലുതാകണമെന്നുള്ളത്. ദൈവം അവനെ ഡെലിഗേറ്റ് ചെയ്യാണ്. ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് ദൈവം അബ്രഹാമിനെ അടുത്ത് ഡെലിഗേറ്റ് ചെയ്യാണ്. ആഡമിനെ ഹവ്വയും ഡെലിഗേറ്റ് ചെയ്തു, അവർക്ക് പറ്റിയില്ല. നോഹയും മക്കളെയും ഡെലിഗേറ്റ് ചെയ്തു, അവരുടെ രാജ്യത്ത് അവർക്ക് നഷ്ടമായി. പക്ഷെ ദൈവം സർവ്വഭൂമിക്കും പിന്നെ രാജാവാണ്. പക്ഷെ ദൈവത്തിന് പിന്നെയും കുറച്ചുപേരെ വേണം. അവരിലൂടെ ഭരണം നടത്താൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അവരിലൂടെ ഈ ലോകത്തെ കൺട്രോൾ ചെയ്യാൻ, അവരിലൂടെ ദൈവത്തിന്റെ മഹത്വം വിളമ്പുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അബ്രഹാമിനെ തിരഞ്ഞെടുത്തിട്ട് പറയാം, ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തിട്ട് പറയാണ്, നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കും. വീണ്ടും വായിച്ചാട്ടെ തുടർന്ന്. ഞാൻ നിന്നെ അധികമധികമായി വർദ്ധിക്കും. ആദമിനും നോഹയ്ക്കും കൊടുത്ത വാഗ്ദത്തം എന്താണ്? നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരാ എന്ത് ചെയ്യുക? പെരുകുക. പക്ഷെ ഇവിടെ അബ്രഹാമിന്റെ കാര്യത്തിൽ ഈ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് പറ്റത്തില്ല, നിനക്ക് അതിന് കഴിവില്ല. നിന്റെ കാര്യത്തിൽ ആ കാര്യത്തോടെ ഞാൻ ഏറ്റെടുക്കുകയാണ്. ഹലോ, പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? മക്കളുള്ള നോഹയെ തിരഞ്ഞെടുത്തു. എന്നിട്ട് പറയാം, നിങ്ങൾ സന്താനം, നീയും നിന്റെ സന്താനങ്ങളും എന്ത് ചെയ്യുക? പെരുകുക. ഇവിടെ മകൻ ഇല്ലാത്തൊരുത്തനെ തിരഞ്ഞെടുത്ത് ദൈവം. അപ്പൊ ദൈവത്തിന് തന്റെ പദ്ധതികൾ നിർവാക്കാൻ സാഹചര്യങ്ങൾ നോക്കിയിട്ടൊന്നുമല്ല തിരഞ്ഞെടുക്കുന്നത്. അവർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവനെ അങ്ങ് എടുത്തേക്കാം, അങ്ങനൊന്നുമല്ല. അവന് മക്കളുണ്ടല്ലോ, ഇല്ലെങ്കിൽ പിന്നെ അവന് സന്താനവിഷയമുള്ള പേര് അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനൊന്നുമല്ല. ഇവനെ വർദ്ധിപ്പിക്കാൻ പറ്റുമോ? 90 വയസ്സുള്ള അപ്പച്ചനെ അല്ലെങ്കിൽ 75 വയസ്സുള്ള അപ്പച്ചനെ എടുക്കുന്നത്. അപ്പം ഇവനെങ്ങനെ രാജാവാക്കാൻ പറ്റുന്നതെന്നല്ല ദൈവം നോക്കുന്നത്. ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ അവന് ചെയ്യാൻ കഴിയും. വിശ്വസ്തയുള്ള റെസ്പോണ്ട് ചെയ്യുന്ന മനുഷ്യരെയാണ് ദൈവത്തിന് വേണ്ടത്. സ്നേഹമുള്ള പ്രതികരിക്കുന്ന മനുഷ്യരെ, അവരുടെ സാഹചര്യങ്ങളും നോക്കിയിട്ടൊന്നുമല്ല എടുക്കുന്നത്. വേറെ എത്രയോ നല്ല ആൾക്കാരുണ്ടായിരുന്നു, കഴിവും മിടുക്കമുള്ളവർ, നല്ല യൗവനക്കാരായ മക്കളുള്ള എത്രയോ പേരുണ്ടായിരുന്നു. അവരെടുത്തിട്ട് രാജാക്കന്മാരാക്കി പോരായിരുന്നു? ഒന്നുമല്ല. ഗോഡ് ഹാസ് ഹിസ് ഓൺ പ്ലാൻ. ദൈവത്തിന്റെ സ്നേഹം വരുമ്പം അവിടെയുള്ള പരിമിതികളൊക്കെ അതിജീവിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ് അവിടെ. അതിന് പിന്നുള്ള വലിയ ദൈവപ്രവൃത്തി അവൻ കാണുക. അവൻ പറയാണ്, നിന്നെ ഞാൻ ഉപയോഗിക്കും, നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കും. ഓൾറെഡി 75 വയസ്സായി. പുള്ളിയോട് പറയാണ്, നിന്നെ ഞാൻ രാജാവാക്കുകയാണ്, നീ എന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് മാറുകയാണ്. അതാണ് പറഞ്ഞത്, ഇവിടെ എല്ലാം കിങ്ഡം റിലേറ്റഡ് ആയിട്ട് നമ്മൾ വായിക്കണം. ദൈവരാജ്യത്തിന്റെ വാക്കുകൾ നമ്മളിവിടെ എല്ലാം വായിക്കണം. ഓക്കെ, ഇനി വായിച്ച് കൃത്യമായിട്ടുള്ള കിങ്ഡം വേർഡ്സ് അവിടെ ഉണ്ട്. നിന്നിൽ നിന്ന് ആരെ ഉണ്ടാക്കും? നിങ്ങൾ കാണുന്നുണ്ടോ ദൈവരാജ്യത്തിന്റെ പദ്ധതി? നിന്നിൽ നിന്ന് രാജാവിനെ അല്ല, രാജാക്കന്മാരെ ഞാൻ എന്ത് ചെയ്യും? വീണ്ടും നോക്കിയ ദൈവരാജ്യത്തിന്റെ പദ്ധതി. ദൈവം മഹാരാജാവാണ്. ദൈവത്തിന്റെ രാജ്യത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് തന്റെ ഡെലിഗേറ്റ്സ് ആയിട്ട് നിന്നുകൊണ്ട് ഓൺ ബിഹാഫ് ഓഫ് ഹിം മരിക്കുന്നവരെ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഒരു അപ്പനും വിചാരിക്കുന്നില്ല. കുറെ കഴിയുമ്പോൾ എല്ലാ അപ്പന്മാരും വിചാരിക്കുന്നത് എന്താണ്? തങ്ങളുടെ ഓൺ ബിഹാഫ് ഓഫ് ആയിട്ട് നിന്നുകൊണ്ട് എന്ത് ചെയ്യുക? കുഞ്ഞുങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അവര് നോക്കി കാര്യങ്ങളെ നടത്തുക. അതിനാണ് പ്രായവും പക്വത എന്നൊക്കെ പറയുന്നത്. ഇത് തന്നെയാണ് നോക്ക് ആ റിലേഷൻഷിപ്പ് അവിടെ കാണുന്നത്. ദൈവം ഇപ്പോഴും മഹാരാജാവാ. പക്ഷെ ഈ മക്കൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കേൾക്കാത്ത കുറെ മക്കളാണ്.
ഇവരൊക്കെ രാജാവായിട്ട് നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. അങ്ങനെയാണ് ആദാമിനെ എടുക്കുന്നത്, അബ്രഹാമിനെ എടുക്കുന്നത്. പറയുകയാണ്, നിന്നിൽ നിന്ന് ഞാൻ രാജാക്കന്മാരെ പുറത്തു കൊണ്ടുവരും. നോക്കൂ, കിങ്ഡം വേർഡ്സ്. ദൈവത്തിന്റെ പദ്ധതി നോക്കിയേ, നിന്നിൽ നിന്ന് രാജാക്കന്മാരെ കൊണ്ടുവരും. വായിച്ചാട്ടെ. മതി. നോക്കൂ, ഇവിടെ ദൈവം സെലക്ടിങ് എ മാൻ. ദൈവം അബ്രഹാം എന്നൊരു വ്യക്തിയെ തെരഞ്ഞെടുക്കുകയാണ്. ആ വ്യക്തിയെ തെരഞ്ഞെടുത്തിട്ട് ആ വ്യക്തിയിലൂടെ ഒരു ജാതിയെ പുറത്തു കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നേരത്തെ ആദമിനെ ഹവ്വയും ജനറലി ഒന്ന് സെലക്ട് ചെയ്തു, എല്ലാ ഭൂമിയിൽ എല്ലാവർക്കും അവർ മാത്രമേ ഉള്ളൂ. പിന്നെ നോഹയെ മക്കളും അവർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് ആ ലോകത്ത്, അല്ലെങ്കിൽ നോഹയുടെ മക്കളുടെ കാലത്ത് നോഹ മക്കൾ മാത്രമേ ഉള്ളൂ. ആഡമിന്റെ ഈവിന്റെ സമയത്ത് ആഡം ഈവ് മാത്രമേ ഉള്ളൂ. പക്ഷെ അബ്രഹാമിന്റെ സമയത്ത് ഒരുപാട് പേരെ ഒരുമിച്ച് തിരഞ്ഞെടുക്കുകയല്ല. എന്ത് ചെയ്യാണ്? ഒരു മനുഷ്യനെ സെലക്ട് ചെയ്തിട്ട് പിക്ക് ചെയ്തിട്ട് പറയാണ്, നിന്നിലൂടെ ഞാനൊരു ജാതിയെ കൊണ്ടുവരും, അവർക്ക് ഞാൻ കനാൻ എന്ന് പറഞ്ഞ സ്ഥലം കൊടുക്കും. നോക്കി, അവിടെയാണ് കനാന്റെ അർത്ഥം വരുന്നത്. കനാൻ എന്ന് പറയുന്നത് ഒരു ജാതിയെ തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ റൂൾ, ഭൂലോകമൊക്കെയും വരാൻ പോകുന്ന ദൈവത്തിന്റെ റൂൾ എക്സംപ്ലിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുക്കാനാണ് കനാന്റെ രാജ്യത്ത് അവർക്ക് കൊടുക്കുന്നത്. മനസ്സിലായോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ സ്റ്റോറി ആ രീതി മനസ്സിലാക്കുക. അപ്പൊ എന്താ ഈ കനാൻ? ഇന്നും എന്ത് ഈ കനാന്റെ ഈ പ്രശ്നം? ഇവർക്ക് എന്തിനാ ഈ കനാനിലേക്ക് കൊണ്ടുപോകുന്നത്? എന്തിനാ ഈ രാജ്യത്ത് എന്തിനാ ഇത്രയും രാജാക്കന്മാരെ അടിച്ച് പുറത്താക്കുന്നത്? അതിന്റെ പിന്നുള്ള പദ്ധതി നോക്കിയേ. ഗാഡ് വാണ്ട്സ് ടു എസ്റ്റാബ്ലിഷ് എ കിങ്ഡം in a particular place so that place can influence the whole world. അപ്പം ദൈവം സെലക്ട് ചെയ്യണം, അബ്രഹാമിനെ സെലക്ട് ചെയ്തു. അവനിലൂടെ ഒരു ജാതിയെ പുറത്തു കൊണ്ടുവരണം. ആ ജാതിക്ക് താമസിക്കാൻ ഒരു പ്രത്യേക സ്ഥലം കൊടുക്കും, ഒരു ടെറിട്ടറി കൊടുക്കും. ആ ടെറിട്ടറി എന്താകും? ഭൂമിയുടെ മുഴുവൻ എന്ത് ചെയ്യുക? കൺട്രോൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഭൂമിയിലെ രാജാക്കന്മാരെ പുറത്തു കൊണ്ടുവരുന്ന സ്ഥലമാക്കി ദൈവം മാറ്റും. അതാണ് കനാന്റെ പ്രത്യേകത. അതാണ് ദൈവത്തിന്റെ പ്ലാൻ. നിങ്ങൾ നീ രാജാക്കന്മാരെ കൊണ്ടുവരും, അവർ ഭൂമിയൊക്കെ എന്ത് ചെയ്യാണ്? ഭരിക്കാൻ പോവുകയാണ്. അതാണ് ദൈവത്തിന്റെ പ്ലാൻ. ഹല്ലേലൂയ. ആ പ്ലാൻ എവിടെ വരികയാണ്? പിന്നീട് 400 വർഷം പിന്നെ അടി കിട്ടി, അത് വേറെ കാര്യം. ഇടയ്ക്ക് കുഴപ്പം കാണിക്കുമ്പോൾ അടി കിട്ടുന്നുണ്ട്. പക്ഷെ ദൈവം അതുകൊണ്ട് പ്ലാൻ വിട്ടുകളയുന്നൊന്നുമില്ല. 400 വർഷത്തിന് ശേഷം വീണ്ടും ആ പ്ലാൻ വരികയാണ്. ഇസ്രായേലിൽ ദൈവം എന്ത് ചെയ്യാണ്? പുറത്തു വന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവാണ്. എന്തിനാ ഈ കനാൻ ഇത്ര ബുദ്ധിമുട്ടി 40 വർഷമൊക്കെ സഞ്ചരിച്ച് എന്തിനാ ഈ കനാലിലേക്ക് ഇത്രയും വരെ കൊണ്ടുപോകുന്നത്? നമ്മൾ പലപ്പോഴും ചിന്തിച്ചില്ല, വേറെ ഒരു പണിയില്ലായിരുന്നു, അടുത്ത കാണിച്ച് സ്ഥലം കൊടുത്താൽ പോരായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞ എന്താണ്? ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത്, ഇവർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലത്ത്, ആഡമിനെ ഹവ്വയും ഗാർഡൻ ഓഫ് ഈഡനിൽ, ഏദൻ തോട്ടത്തിൽ താമസിപ്പിച്ച് രാജാക്കന്മാരാക്കിയതുപോലെ, അല്ലെങ്കിൽ രാജാക്കന്മാരാക്കി മുഴുവൻ ലോകത്തെയും ഭരിക്കാൻ ഏൽപ്പിച്ചതുപോലെ, ഇസ്രായേലിനെ കനാനിൽ കൊണ്ടുവന്ന് അതൊരു ഏദനായിട്ട് സങ്കല്പിക്കുക. അവിടെ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിച്ച്. അതുകൊണ്ടാണ് പറയുക, സിയോനിൽ നിന്ന് ദൈവം വാഴുന്നു. സിയോൻ എന്ന് പറഞ്ഞാൽ ഈ സിയോന, സ്വർഗീയ സിയോൻ നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടുത്തെ സിയോന്റെ കാര്യം ഈ പറയുന്നത്. യെരൂശലേം ദൈവത്തിന്റെ രാജ്യത്വമാക്കി. അപ്പൊ എന്ന് പറഞ്ഞാൽ മുഴുവൻ ലോകത്തെ ദൈവത്തിന് ആവശ്യമില്ലെന്നല്ല അർത്ഥം. ഡെലിഗേറ്റ് ചെയ്യാണ്. ആരെങ്കിലും ഒരാളെ ഡെലിഗേറ്റ് ചെയ്യണ്ടേ, ഒരാളെ സെലക്ട് ചെയ്യണ്ടേ? അപ്പൊ അതിനാണ് കനാനിലേക്ക് കൊണ്ടുപോയി ആ ഒരു രാജ്യത്തെ മുഴുവൻ എന്ത് ചെയ്യും? ഒരു പ്രത്യേക ടെറിട്ടറിക്കകത്താക്കി അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുകയാണ്? മുഴുവൻ ലോകത്തെയും അടക്കി വാഴാൻ, കൺട്രോൾ ചെയ്യാൻ ദൈവം ഒരു പദ്ധതി തയ്യാറാക്കുകയാണ്. നമുക്കറിയാം, എക്സോഡസ് 19 വേഴ്സ് 5 and 6 ഒന്ന് വായിച്ചേ, നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കിയേ, നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച്. ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. Out of all the nations you will be my treasured possession. നോക്കിയേ, സകല ജാതികളിലും വെച്ച്. അങ്ങനെയാണെങ്കിൽ സകല ജാതികളുടെ രാജാവാരാ? Who is the king of all the people? പറഞ്ഞേ, ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പോടെ പറ, ചുമ്മാ ഈ ബുദ്ധിമുട്ടി പറയാതെ. God is the king of all the people. പക്ഷേ ഔട്ട് ഓഫ് ദാറ്റ് യു വിൽ ബി മൈ സ്പെഷ്യൽ പീപ്പിൾ. സ്പെഷ്യൽ പീപ്പിൾ എന്ന് പറഞ്ഞാൽ പാർഷ്യാലിറ്റി കാണിക്കുകയല്ല. ഇവിടെ സ്പെഷ്യൽ പീപ്പിൾ എന്ന് പറഞ്ഞാൽ പാർഷ്യാലിറ്റി കാണിക്കാൻ വേണ്ടിയല്ല. പിന്നെന്തിനാണെന്നറിയോ? നിങ്ങളെ ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യാണ്? നിങ്ങളിലൂടെ എൻ്റെ മഹത്വം മുഴുവൻ ജാതികളിലേക്കും എന്ത് ചെയ്യുക? ഡെലിഗേറ്റ് ചെയ്യാൻ. എല്ലാവരും ഒരുമിച്ച് തിരഞ്ഞെടുത്ത ദൈവത്തിന് അങ്ങ് മുഴുവൻ കർത്തൃത്വം നടത്താം. എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? ഇറ്റ് ഈസ് ഗോഡ്സ് ലവ്. ഗോഡ് വാണ്ട്സ് ടു യൂസ് സംബഡി. God wants his people to stand in between, God and his people. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് എല്ലാവരും ഒരുമിച്ച് നടത്തും. ഇന്ന് ഞാനാണ് രാജാവ്,
ഞാനിങ്ങനെ സിംഹാസനത്തോട്ടിരിക്കാൻ പോവാണ്, എല്ലാവരും ഞാൻ പറഞ്ഞത് കേട്ടോണം എന്ന് വേണമെങ്കിൽ ദൈവത്തിന് ചെയ്യാം. ഹീസ് ഇൻ ടോട്ടൽ കൺട്രോൾ. പക്ഷെ ദൈവം വീണ്ടും ആ മനുഷ്യനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്? ദാറ്റ് വാസ് ഹിസ് പ്ലാൻ എ. ഞാൻ പറയുന്നത് കയറുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? നമ്മളിങ്ങനെ ബൈബിൾ പഠിച്ചാല് നമ്മുടെ ജീവിതത്തിന് മീനിങ് ഉണ്ടാവും, നമ്മുടെ ഭാവിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവും. ഹല്ലേലൂയ. അപ്പൊ ഗോഡ്സ് പ്ലാൻ എ വാസ് ടു റൂൾ ത്രൂ ഹ്യൂമൻ ബീങ്സ്, ത്രൂ ഹാവിങ് അതോറിറ്റി ത്രൂ ഹ്യൂമൻ ബീങ്സ്. ദൈവത്തിന് ആദമും ഹവ്വയും നടന്നു പറ്റിയില്ല, നോഹയ്ക്ക് പറ്റിയില്ല, അബ്രഹാമിന് കുറച്ച് പരാജയമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ഇനി മുതൽ വേണ്ട, കസേര ഞാൻ തന്നെ എടുത്തേക്കാം എന്ന് അവൻ തീരുമാനിച്ചില്ല. അവൻ അടുത്ത ജനതയെ തിരഞ്ഞെടുക്കുകയാണ്, ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുകയാണ്. നിങ്ങളെ ഞാൻ എൻ്റെ ഡെലിഗേറ്റ് ചെയ്യാൻ പോവാണ് രാജാവക്കന്മാരായിട്ട്. അങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് അവരെ ആക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഒന്നൊരു വായിച്ചിട്ട് അത് കൃത്യമായിട്ട് ആ വാക്കുകളുണ്ട്. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഓക്കെ, കണ്ടിന്യൂ, പ്ലീസ് കണ്ടിന്യൂ. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. ഹലോ, ശ്രദ്ധിച്ചേ. ഭൂമിയൊക്കെയും ആർക്കാ? ആർക്കാ? ഭൂമിയൊക്കെയും വേറെ ആരുടെയും കീഴിലാണോ? ഒന്നുമല്ല. പിശാചിന് അധികാരം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ സർവാധികാരി ഇന്നും ഇന്നലെയും നാളെയും മറ്റന്നാളും നിർമ്മിച്ചപ്പോൾ മുതൽ ദൈവത്തിലുള്ളതാണ്. ഞാൻ ആ രാജാവെന്നാണ് ദൈവം പറയുന്നത്. ഞാൻ പറയാതെ ഇവിടെ ഒരു കാര്യം നടക്കത്തില്ല. പിന്നെ കുറച്ചു പേർ കയ്യിലേക്ക് നടക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. ഞാൻ നീക്കേണ്ട സമയത്ത് നീക്കുള്ളതാണ് ദൈവം പറയുന്നത്. ഭൂമിയൊക്കെ എനിക്കുള്ളതാകുന്നു. താഴ്ത്ത് വായിച്ചേ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും. നിങ്ങൾ എനിക്ക് ഭൂമിയൊക്കെ എനിക്കുള്ളതാണ്, സകല വംശങ്ങളും എനിക്കുള്ളതാണ്, സകല രാജ്യങ്ങളും എനിക്കുള്ളതാണ്. പക്ഷെ നിങ്ങൾ എനിക്കൊരു പുരോഹിത, ആ വാക്ക് ശ്രദ്ധിച്ചേ, പുരോഹിത. എല്ലാരും ഒന്ന് പറഞ്ഞേ, പുരോഹിത വർഗം മാത്രമല്ല, ആ വാക്ക് ഇമ്പോർട്ടന്റാ. കിങ്ഡം റിലേറ്റഡ്, കിങ്ഡം ഓഫ് പ്രീസ്റ്റ്. എല്ലാരും ഒന്ന് പറഞ്ഞേ, കിങ്ഡം ഓഫ് പ്രീസ്റ്റ്. ആരായിരുന്നു ഇസ്രായേൽ? ഇസ്രായേലിനെ എന്തിനധികം തെരഞ്ഞെടുത്തേ? രാജാക്കന്മാരാന്നവര്. അവരിൽ നിന്ന് പിന്നെ ഒരു പ്രത്യേക വർഗത്തെ എടുത്തു, ലേവി എന്ന പുരോഹിത വർഗത്തെ എടുക്കുകയാണ്. പക്ഷെ ഇസ്രായേലിനെ ദൈവം കാണുന്നത് തന്റെ ഡെലിഗേറ്റഡ് കിങ്ലി പ്രീസ്റ്റ് ആണ്. എന്താണ് ഈ പ്രീസ്റ്റിന്റെ അർത്ഥം? എന്താ പ്രീസ്റ്റ് ചെയ്യുന്നത്? രാജാവ് എന്താ ചെയ്യുന്നത്? ഓക്കെ, പറഞ്ഞാട്ടെ. എന്താ രാജാവ് ചെയ്യുന്നത്? റൂൾ ചെയ്യുക. എന്താ പിന്നെ പ്രീസ്റ്റ് ചെയ്യുന്നത്? ഇന്റർസീഡ് ചെയ്യുക. മറ്റുള്ളവരുടെ ഇടയ്ക്ക് നിന്ന് പുരോഹിതനായ രാജാവായി മാറുക എന്ന് പറഞ്ഞ രാജാവ് എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടിയുള്ള രാജാവല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള രാജാവ്. മാവേലി നാട് വാണിടും കാലമൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? സ്വന്തമായിട്ടുള്ള എന്തോ തനിക്ക് വേണ്ടിയുള്ള രാജാവ് എന്നല്ല പറയുന്നത് കാഴ്ചപ്പാട്, പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി രാജാവ്. അപ്പൊ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് ആ സ്വന്തമായിട്ട് രാജ്യത്ത് സ്ഥാപിച്ച് ഇങ്ങനെ പേരും പ്രശസ്തി എന്ന് വലിപ്പിക്കാനൊന്നും അല്ല. അതാണ് പ്രീസ്റ്റ്ലി. അവിടെ ആഡ് ചെയ്യുന്നത് പ്രീസ്റ്റ്ലി കിങ്ഡം. പ്രീസ്റ്റ്ലി കിങ്ഡം. കിങ്ഡം എന്ന് കിങ്സ് ആണെന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ ആയനെ, അത് തലപൊക്കി നടക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. പ്രീസ്റ്റ്ലി എന്നുള്ള വാക്ക് ആഡ് ചെയ്തുകൊണ്ട് കൂടുതലൊന്നും കളിക്കാൻ പറ്റത്തില്ല. കാരണം പ്രീസ്റ്റ്ലി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കരുണ ഉണ്ടാകുന്നു, അവിടെ എന്താ മേഴ്സി ഉണ്ടാകുന്നു, അവിടെ ഇന്റർസീഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുന്നു. അപ്പൊ പ്രീസ്റ്റ്ലി കിങ്ഡം, പ്രീസ്റ്റ്ലി കിങ്സ്, അതാണ് ഇസ്രായേലിന്റെ പദവി എന്ന് പറയുന്നത്. അപ്പം ദ ഹോൾ യൂണിവേഴ്സ്, ഹോൾ എർത്ത് ഈസ് മൈൻ. പക്ഷെ നിങ്ങളെ ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഈ ഹോൾ എർത്ത്, ഈ സർവഭൂമിക്കും മധ്യസ്ഥരായി നിന്നുകൊണ്ട്, അവരുടെ മധ്യത്തിലും എൻ്റെ മധ്യത്തിലും നിന്നുകൊണ്ട് അവരെല്ലാവരെയും അനുഗ്രഹിക്കുന്ന, അവരെല്ലാം ഡൊമൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെല്ലാം സ്റ്റുവാർഡ് ചെയ്യുന്ന, നോക്കിക്കാണുന്ന, അവരിലേക്കെല്ലാം എൻ്റെ ബ്ലെസ്സിങ്സ് പകർത്താൻ, അവരിലേക്ക് എൻ്റെ ബ്ലെസ്സിങ്സ് ഒഴുക്കാൻ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വീണ്ടും ഇസ്രായേലിൽ ദൈവത്തിന്റെ രാജ്യം ദൈവം സ്ഥാപിച്ചിട്ട് ആ രാജ്യത്തെ, അപ്പൊ അതായത് പറഞ്ഞ ദൈവത്തിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം സർവഭൂമിക്ക് രാജാവാണ്. പക്ഷെ മനുഷ്യനിലൂടെയുള്ള ദൈവത്തിന്റെ രാജ്യത്തെ, ഡെലിഗേറ്റഡ് ഗോഡ്സ് കിങ്ഡം, മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവരിലൂടെ ഭരിക്കാൻ നടത്തുന്ന ആ ശ്രമം ഇസ്രായേലിലൂടെ വീണ്ടും തുടങ്ങുകയാണ്. അങ്ങനെയാണ് ഇസ്രായേലിനെ ഡെലിഗേറ്റ് ചെയ്തത്. അപ്പോൾ ആഡം ആൻഡ് ഈവിനെ ഡെലിഗേറ്റ് ചെയ്തു. നമ്മൾ ആ വാക്കുകൾ വ്യക്തമായിട്ട് കണ്ടു. അതിനുശേഷം നോവയും മക്കളെയും ഡെലിഗേറ്റ് ചെയ്തു. ആ വാക്കുകൾ നമ്മൾ കൃത്യമായിട്ട് കണ്ടു. കുഞ്ഞു രാജാക്കന്മാരാണ് ഇവരൊക്കെ, പക്ഷെ തെറ്റിപ്പോയി. അബ്രഹാമിനെ ദൈവം ഡെലിഗേറ്റ് ചെയ്യുന്നു. ആ അബ്രഹാമിനോട് വീണ്ടും ഇസ്രായേലിനെ പുറത്തെടുക്കുകയാണ്. ആ കിങ്ഡം ഓഫ് ഗോഡ് എന്ന കൺസെപ്റ്റ് വീണ്ടും റിസ്റ്റോർ ചെയ്യപ്പെടും. നമ്മൾ വ്യക്തമായിട്ട് കണ്ടു. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ തുടർച്ച നമ്മൾ വീണ്ടും അടുത്ത ആഴ്ച കാണുന്നതായിരിക്കും. എങ്ങനെയാണ് വീണ്ടും ഇത് ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് സഞ്ചരിക്കുന്നത് നമ്മൾ കാണാൻ പോകുന്നത്. അത് ന്യൂ ടെസ്റ്റ്മെന്റിലൂടെ സഞ്ചരിച്ച് വരുവാനിരിക്കുന്ന ഭാവി പ്രത്യാശയായ ആ വലിയ കിങ്ഡത്തിലേക്ക് നമ്മൾ പോകും. അതാണ് നമ്മുടെ പഠനം. ഇത് നമ്മൾ പ്രസംഗിക്കാൻ തുടങ്ങണം. ഇത് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തുടങ്ങണം. ഗാഡ് ഈസ് അവർ കിങ് ആൻഡ് ദർ ഈസ് എ കിങ് കമ്മിങ് സൂൺ.
to establish his kingdom on all over earth. മനുഷ്യനായിട്ട് ക്രിസ്തു വന്നതിന്റെ പ്രത്യേകതയൊക്കെ ഞാൻ അതുകൊണ്ടാണ് പറയാൻ പോകുന്നത്. ഇനി അവിടെയാണ് നമ്മുടെ തിയോളജിയെല്ലാം ക്ലിയർ ആകുന്നത്. ധാരാളം ഇൻസൈറ്റ്സ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. ഇത് നമ്മളെ ചേഞ്ച് ചെയ്യും. ഞാൻ പറഞ്ഞത്, ഇന്ന് കിങ്ഡം ഓഫ് ഗോഡിന്റെ കൺസെപ്റ്റ് ചർച്ച് പ്രസംഗിക്കുന്നില്ല. സുവിശേഷീകരണത്തിൽ കിങ്ഡം ഓഫ് വരുന്നില്ല. ദൈവത്തിന്റെ പ്രധാന പദ്ധതിയെ നമ്മൾ മറന്നു കളഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ യേശു വന്ന് എന്തിനാന്ന് ചോദിച്ചാൽ പാപങ്ങൾ പോക്കാനാന്ന് മാത്രം നമ്മുടെ പ്രശ്നം. നമ്മളവിടെ കൊണ്ട് നിർത്തുക. പാപങ്ങൾ പോക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാമത് വന്ന പ്രശ്നമാണ്. ഒന്നാമത്തെ ദൈവത്തിന്റെ ഉദ്ദേശം പാപങ്ങൾ പോക്കുക എന്നുള്ളതായിരുന്നു. പാപം ഇല്ലാത്തതിനെ പിന്നെ പാപം പോക്കേണ്ട കാര്യമില്ലല്ലോ. ഒന്നാമത്തെ ദൈവത്തിന്റെ ലക്ഷ്യം വാഴുക, ഭരിക്കുക, ദൈവത്തിന്റെ രാജ്യത്വം മനുഷ്യനുള്ളിൽ ഉപയോഗിക്കുക. ഗോഡ് വാണ്ട്സ് ടു യൂസ് അസ്. എന്തിനാ യേശു വന്നത്? നമ്മളെ ഉപയോഗിക്കാൻ, നമ്മുടെ പാപങ്ങളെ പരിഹരിച്ച്. ഞാൻ പറഞ്ഞു, നമ്മളെങ്ങനെ പാപങ്ങളൊക്കെ പരിഹരിച്ച്, കഷ്ടപ്പെട്ട് പാപമൊക്കെ പരിഹരിച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ തട്ടിയും മുട്ടിയും വിശുദ്ധനായിട്ട് ഇങ്ങനെ ജീവിച്ച് എങ്ങനെയും അങ്ങോട്ട് കയറി പോകണം. അതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ഇച്ചിരി അങ്ങോട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ താഴെ പോകും. അപ്പം അങ്ങനെ നിൽക്കുക നമ്മളിങ്ങനെ. അയ്യോ, ദൈവം നമ്മളെ രാജാക്കന്മാരായിട്ട് വാഴിക്കാനാ ഉദ്ദേശം. He wanted to use us. ദൈവത്തിന്റെ മഹത്വം സർവ്വഭൂമിയിലും നമ്മളിലൂടെ സ്പ്രെഡ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് നനഞ്ഞു കുതിർന്നൊരു പാപിയായിട്ട് പണ്ടിങ്ങനെ പാടി, നേരത്തെ പിന്നെ എന്താ പറയുന്നത്, ഉണങ്ങിയ പാപിയായിരുന്നു, സ്നാനപ്പെട്ടപ്പോൾ നനഞ്ഞ കുതിർന്ന പാപിയായെന്ന്. അങ്ങനെ നനഞ്ഞു കുതിർന്ന ഒരു പാപിയായിട്ടുള്ള കൺസെപ്റ്റ് അല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ്. ഇന്ന് മരിച്ചാൽ നീ നരകത്തിൽ പോകുമോ എന്നുള്ളതല്ല നമ്മുടെ പ്രധാന വിഷയം. എന്റെ പ്രധാന വിഷയം, എന്നെ ദൈവം രാജാവാക്കി വാഴിക്കുകയാണ്. ദൈവം, he will restore his plan back again. How many of you believe that? You and I are going to reign over all the earth. അവിടെയാ റെവലേഷൻ അവസാനിക്കുന്നത്. കഷ്ടപ്പെട്ട് പാപം പരിഹരിച്ച് അയ്യോ തട്ടിമുട്ടി എങ്ങനെ സ്വർഗത്തിൽ ചെന്ന് അതിന്റെ മൂലയ്ക്ക് ഒന്ന് കസേര കിട്ടി ഇരിക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. God has called us to reign over all the earth. അത് ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകമുണ്ട്. റെവലേഷൻ വായിച്ചേ, രാജാക്കന്മാരെ ഭരിക്കുന്നവരായിട്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ചർച്ച്. ദാറ്റ് ഈസ് അവർ ഗോസ്പൽ. ഈ ഗോസ്പല് പറയുന്നത്, കുഞ്ഞെ, നിന്നെ ദൈവം രാജാവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നിന്റെ അകത്ത് കുറെ പൊട്ടൻഷ്യൽ ഉണ്ട്, അത് വെറുതെ നഷ്ടപ്പെടുത്തരുത് എന്നാണ് നമ്മുടെ സുവിശേഷം. അല്ല, നീ ഇപ്പൊ തട്ടിപ്പോയി നരകത്തിൽ പോകും, അതുകൊണ്ട് പേടിപ്പിച്ചവനെ അതല്ല. ദൈവത്തിന്റെ സ്നേഹം വിളമ്പണം, ദൈവത്തിന് സ്നേഹം കൊടുക്കണം. സഹോദര, കുഞ്ഞെ, ദൈവം നിന്നെ നീ ഇങ്ങനെ നടക്കേണ്ടവനല്ല, ദൈവം നിന്നെ രാജാവാക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ രാജാവാക്കാന്നല്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? God's plan A is restoring back. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ വലിയ വിളിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ വലിയ ഉത്തരവാദിത്വം നമ്മൾ തന്നിരിക്കുന്നത്. നമുക്കൊരു വലിയ പ്രതീക്ഷയുണ്ടെന്നേ. അപ്പൊ യേശു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് പാപത്തെ തുടച്ചു നീക്കാൻ വേണ്ടി മാത്രമല്ല, മനുഷ്യന്റെ ശത്രുവായ പാപത്തെയും മരണത്തെയും തോൽപ്പിക്കുക. അത് മാത്രമല്ല, എല്ലാവരും പരാജയപ്പെട്ടെടുത്ത് മനുഷ്യനായി തീർന്ന രാജാവായി യേശു മാറുകയാണ്. ആ യേശുവിൽ ഞാനും നിങ്ങളും ആകുമ്പോൾ എനിക്ക് നോഹയിലൂടെ സാധിക്കാത്ത, അബ്രഹാമിലൂടെ സാധിക്കാത്ത, ഇസ്രായേലിലൂടെ സാധിക്കാത്ത ഒരു രാജ്യ പദവി എനിക്ക് കിട്ടുകയാണ്. കാരണം ഞാൻ യേശുവിന്റെ പൈതലായി മാറി. യേശു രാജാവായപ്പോൾ ഞാനും യേശുവിന്റെ. നോഹയ്ക്ക് കൊടുത്ത നീ നിന്റെ മക്കളും ആരാകണം? രാജാവാകണം. നടന്നോ? നടന്നില്ല. അബ്രഹാമിന് കൊടുത്തു, നടന്നോ? നടന്നില്ല. ഇസ്രായേലിന് കൊടുത്തു, നടന്നോ? പാർഷ്യലായിട്ട് നടന്നു. പക്ഷെ കർത്താവ് യേശു വന്ന് മനുഷ്യനായി തീർന്നപ്പോ ഞാൻ അവന്റെ മകനായി. എന്നെ കർത്താവ് ക്രിസ്തുവിലാക്കിയപ്പോ ഞാൻ വീണ്ടും രാജാവായി മാറുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാണത്. ദാറ്റ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അതുകൊണ്ട് ആ 342 പ്രാവശ്യം ഗോസ്പൽസ് കിങ്ഡം ഓഫ് ഗോഡ്, കിങ്ഡം ഓഫ് ഗോഡ്, കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ദ മെയിൻ കൺസെപ്റ്റ് എന്ന് യേശു വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ തല വെട്ടിയപ്പോഴും പറഞ്ഞത്, ജീസസ് ഈസ് അവർ ലോർഡ് ആൻഡ് കിങ്. സീസർ ഈസ് നോട്ട് ദ കിങ്, ജീസസ് ഈസ് ദ കിങ്. അപ്പൊ ഗോസ്പൽസിന്റെ മെയിൻ തീമും പാപക്ഷമയല്ല, ഗോസ്പൽസിന്റെ മെയിൻ തീം കിങ്ഡം ഓഫ് ഗോഡ് ആണ്. അതുകൊണ്ട് യേശു പ്രസംഗിച്ചത്, ദൈവം ഞാൻ രാജ്യം സ്ഥാപിക്കാൻ വന്നിരിക്കുന്നു. യേശു രാജാവായിട്ട് വീണ്ടും വരികയാണ്. അവൻ ഇന്നും രാജാവ്. നമ്മൾ അതിലേക്ക് അടുത്ത ആഴ്ചകൾ പഠിക്കും. ഇത് വളരെ എക്സൈറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും ഈ താമസിച്ച് വന്നവർ അടുത്ത ആഴ്ച കുറച്ചുകൂടെ നേരത്തെ വരിക. വി ആർ ഡീലിംഗ് വിത്ത് ദ വെരി ഇമ്പോർട്ടൻറ്റ് തീം ഓഫ് ദ ബൈബിൾ. നമ്മൾ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീമാണ് പഠിക്കുന്നത്. ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല. ഇത് ദയവായിട്ട് പഠിക്കുക. ഇവിടെ വന്ന് പഠിക്കണമെന്നല്ല ഞാൻ പഠിക്കുന്നതല്ല പറഞ്ഞത്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പഠിക്കുന്നതായിരിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങൾ പോയി വായിക്കുക, ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, ദൈവരാജ്യം പ്രസംഗിക്കാൻ തുടങ്ങുക. ദൈവരാജ്യം പ്രസംഗിക്കാൻ തുടങ്ങുക. അവിടെ ദൈവരാജ്യം പ്രസംഗിക്കുന്ന ഒരു പ്രത്യേകത, അവിടെ ഭാവിയും പ്രസന്റ് ഒരുപോലെ കമ്പൈൻ ആകുകയാണ്. ഇന്ന് അതുകൊണ്ടാണ് കർത്താവിന്റെ പ്രസംഗത്തിലെല്ലാം ദൈവരാജ്യം ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു, ഗോഡ്സ് കിങ്ഡം ഈസ് അറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഗോഡ്സ് കിങ്ഡം ഈസ് കമ്മിങ് എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സുവിശേഷത്തിനകത്ത് പ്രസന്റ് റിയാലിറ്റി ഉണ്ട്, നമ്മുടെ സുവിശേഷത്തിനോട് ഭാവി പ്രത്യാശയുണ്ട്. അവിടെയാണ് ഗോസ്പൽ പൂർണ്ണമാകുന്നത്. ഈ ഗോസ്പൽ, ഈ കിങ്ഡം ഓഫ് ഗോഡിന്റെ ഗോസ്പൽ ജെഹോവ വിറ്റ്നസിന്റെ കയ്യിൽ കൊടുത്തിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അവരെ അതുകൊണ്ട് വാതിൽ മൊത്തം മുട്ടിയിട്ട് അവർക്ക് അത്രയും പ്രതീക്ഷയാണ്.
എല്ലാവരുടെയും വാതിൽ മുട്ടിയിട്ട് അവർ തുറന്നു കയറിയിട്ട് പറയുകയാണ്, ഒരു രാജ്യം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു രാജ്യം വരുന്നുണ്ട്, നിങ്ങൾ ഒരുക്കമാണോന്നാണ് ചോദിക്കുന്നത്. ഇത് പ്രസംഗിക്കേണ്ടത് നമ്മളാ. ഹല്ലേലൂയ. ഇത് പ്രസംഗിക്കേണ്ടത് നമ്മളാണ്. വി ആർ കിങ്ലി പ്രീസ്റ്റ്. മനുഷ്യൻ്റെ എന്താ പറഞ്ഞത്, മധ്യസ്ഥ എന്തുകൊണ്ട് നമ്മൾ ഈ രാജ്യത്വം പ്രസംഗിക്കണം. നമുക്ക് കണ്ണുടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സമയം അല്പം മുമ്പോട്ട് പോയിരിക്കുകയാണ്, എന്നിട്ട് പ്രാർത്ഥിക്കുക. Glory to God. Hallelujah. Encourage you to come next Sunday with more expectation. You know, we'll study more. Hallelujah. സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുകയാണ് കർത്താവേ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. Lord, we give you all glory. Lord, we give you all glory. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി അപ്പ. മനുഷ്യൻ പരാജയപ്പെട്ടിട്ടും അവനെ കൈവിടാതെ, മനുഷ്യൻ തോറ്റുപോയിട്ട് അവനെ കൈവിടാതെ, വീണ്ടും അങ്ങയുടെ പദ്ധതികൾ വീണ്ടും 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 അവനിലൂടെ ചെയ്തെടുക്കാൻ ശ്രമിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി കർത്താവേ. ഞങ്ങളെയും തിരഞ്ഞെടുത്തപ്പോൾ കർത്താവ്, ഞങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ പലപ്പോഴും ഞങ്ങൾ വീണുപോയിട്ടുണ്ട്. എങ്കിലും ഞങ്ങളെ മുടിക്കാതെ, ഞങ്ങളെ നശിപ്പിക്കാതെ, ഞങ്ങളിലൂടെ തന്നെ ആ പ്രവൃത്തി വീണ്ടും സ്ഥാപിപ്പിക്കുവാൻ, ഞങ്ങളിലൂടെ തന്നെ പ്രവൃത്തി റിസ്റ്റോർ ചെയ്യുവാൻ അങ്ങ് ചെയ്യുന്ന ഞങ്ങളുടെ സ്നേഹത്തിനായി നന്ദി. എത്ര പേർ ഒരുമിച്ച് ദൈവത്തിന് അല്പനേരം മഹത്വം കൊടുക്കും? Lord, you haven't put me down. നീ എന്നെ വിട്ട് കളഞ്ഞിട്ടില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എന്റെ അകത്ത് വീഴ്ച വന്നിട്ടുണ്ട്, എനിക്ക് പലപ്പോഴും വിശ്വസ്തത കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ദൈവം എന്നെ ഇതുവരെയും വിട്ട് കളഞ്ഞിട്ടില്ല. God has not forsaken you. ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. ഒന്ന് വിശ്വസിക്കൂ. നമുക്ക് ബലഹീനതകളുണ്ട്, നമുക്ക് പരാജയമുണ്ട്, പക്ഷെ ദൈവം നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതികൾ, നമ്മളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പദ്ധതികൾ ദൈവത്തിന് ചെയ്തെടുക്കുവാനായിട്ടുണ്ട്. കർത്താവിനോട് പറഞ്ഞാട്ടെ, Lord, you are the king. You are the king over all the earth. കർത്താവേ, അങ്ങ് സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. എന്നാൽ കർത്താവേ, ഞങ്ങളിലൂടെ അങ്ങയുടെ രാജ്യത്വം കാണുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. കാരണം ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. ഏത് മക്കളുടെ നന്മ കാണാനാണ് മാതാപിതാക്കളായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്? അതുപോലെ ഞങ്ങളിലൂടെ നല്ല കാലം വരുന്നത് കർത്താവ് കാണുന്നു. കർത്താവെ, അത് മനുഷ്യന് സാധിക്കാതെ വന്നപ്പോൾ അങ്ങ് തന്നെ ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് ഞങ്ങളെ അങ്ങയുടെ മക്കളായിട്ട് വീണ്ടും ദത്തെടുത്തു. നന്ദി പറയുന്നു കർത്താവെ, എല്ലാറ്റിനായിട്ടും നന്ദി. ദൈവരാജ്യത്തിന്റെ വക്താക്കളാക്കി നിങ്ങൾ നിർത്തണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. Amen.